പടലപ്പിണക്കങ്ങളുടെയും വിഭാഗീയതയുടെയും തീച്ചുളയിൽ എരിഞ്ഞടങ്ങുകയാണ് കേരളത്തിലെ ബി.ജെ.പി. സംസ്ഥാന ഘടകത്തിൽ തിരനോട്ടം നടത്താനെത്തിയ ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയുടെ മുന്നിൽ വെച്ച് തന്നെ അടിമുടി നീറിപ്പുകയുന്ന തർക്കങ്ങളുടെ പൊട്ടിത്തെറി ഉണ്ടാകുമോ? നേതൃയോഗത്തിൽ നിന്ന് മുൻ അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ വിട്ടുനിൽക്കുന്നത് ചികിത്സയാണോ അതോ ഒഴിവാകലാണോ എന്ന ചോദ്യം ഒരു വശത്തുണ്ട്. മറുവശത്ത് മുൻ കേന്ദ്രമന്ത്രിയും സംസ്ഥാന ബി.ജെ.പിയുടെ നിലവിലെ അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖരനെതിരെ സ്വന്തം പാളയത്തിൽ നിന്ന് ഉയരുന്നത് അതൃപ്തിയുടെ മാത്രമല്ല, സംശയത്തിൻ്റെ കരിനിഴലാണ്. അടിസ്ഥാന ജനവിഭാഗങ്ങളെ അകറ്റി നിർത്തി ജനസ്വാധീനമില്ലാത്ത ചില പ്രത്യേക നേതാക്കൾക്ക് വേണ്ടി മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്ന ഗുരുതര ആരോപണം. എം.ടി. രമേശ്, ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയ പ്രമുഖരെ തഴഞ്ഞ് എസ്. സുരേഷിനെയും അനൂപ് ആൻ്റണിക്കും സുപ്രധാന ചുമതലകൾ നൽകുന്നതിലെ ഗൂഢലക്ഷ്യം ആർക്കു വേണ്ടിയാണ്? NSS, SNDP പോലുള്ള സുപ്രധാന സമുദായ സംഘടനകളെ ചേർത്ത് നിർത്താൻ പോലും രാജീവ് ചന്ദ്രശേഖരനാകുന്നില്ല എന്ന വിമർശനത്തിൻ്റെ മൂർച്ച എത്രത്തോളമുണ്ട്? തിരുമല അനിലിൻ്റെ ആത്മഹത്യയും എയിംസ് വിഷയത്തിലെ ഭിന്നതയും നദ്ദയുടെ മുന്നിൽ ചർച്ചയാകുമ്പോൾ ഒരു കാര്യം വ്യക്തം: കേരളത്തിലെ ബി.ജെ.പി. ഇരുതല മൂർച്ചയുള്ള വാളിൽ നിൽക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖരൻ എന്ന താരത്തിളക്കമുള്ള നേതാവിനെ കൊണ്ടിറക്കി കേരള ബി.ജെ.പിയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ തകർത്തെറിയുകയാണോ ഇപ്പോൾ? അതോ പാർട്ടിയിലെ ഒരു വിഭാഗം രാജീവ് ചന്ദ്രശേഖരനെ മൂക്ക് കയറിട്ട് നിർത്താൻ ശ്രമിക്കുകയാണോ? ആരാണ് ശരി? ആരുടെ പക്ഷത്താണ് പാർട്ടി? നീറിപ്പുകഞ്ഞ് കേരളത്തിലെ ബി.ജെ.പി. ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് ചർച്ചയിൽ ചേരുന്നവർ: CPIM നേതാവ് എസ് കെ സജീഷ്, വലത് സഹയാത്രികൻ ഷാബു പ്രസാദ്, മാധ്യമപ്രവർത്തകൻ ജേക്കബ് ജോർജ് എന്നിവർ. ഏറ്റവും ആദ്യം ശ്രീ ഷാബു പ്രസാദിലേക്കാണ് പോകുന്നത്. ശ്രീ ഷാബു പ്രസാദ്, എന്താണ് കേരളത്തിലെ ബി.ജെ.പിക്ക് സംഭവിച്ചിരിക്കുന്നത്? നീറിപ്പുകഞ്ഞ് കേരള ബി.ജെ.പി പല പ്രശ്നങ്ങളാൽ ഇങ്ങനെ ഇപ്പോൾ പാർട്ടിയുടെ ഭാരവാഹി യോഗം നടക്കുമ്പോൾ പോലും വലിയ തർക്കങ്ങളിലേക്കൊക്കെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ അതേ പറയാൻ എനിക്ക് കുറച്ച് നേരത്തെ ഇറങ്ങി, ഞാൻ കുറച്ച് സമയത്തൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഇപ്പൊ താങ്കളുടെ ചോദ്യം, കേരളത്തിലെ ബി.ജെ.പിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. കേരളത്തിലെ ഭരണകക്ഷിയായ CPM-ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റം മാത്രം നോക്കിയാൽ മതി കേരളത്തിലെ ബി.ജെ.പിക്കും എന്താണ് സംഭവിക്കുന്നത് എന്ന് വളരെ എളുപ്പം തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. 6 വർഷം മുമ്പ് കുറെ ഇവരെ ചാക്കിൽ മൂടി കുറച്ച് സ്ത്രീകളെ ശബരിമല കയറ്റി അയ്യപ്പന്റെ കല്യാണം നടത്തി അങ്ങനെ ഇവിടെ വലിയ മഹാവിപ്ലവം സൃഷ്ടിച്ചവർ ഇപ്പോൾ ഇരുമുടി എടുത്ത് ശരണം വിളിച്ച് ശബരിമല പോയില്ല എന്നുള്ളതേ ഉള്ളൂ. അതിന്റെ തൊട്ട് മുമ്പ് വരെ സ്വാമിയെ ഭരണമയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ട് പമ്പയിൽ സംഗമം നടത്തുന്നു. കടപ്പുറം സുധാമണി എന്ന് വിളിച്ച് നിങ്ങൾ ആക്ഷേപിച്ചിരുന്ന, പുലഭ്യം പറഞ്ഞു നടന്നിരുന്ന മാതാ അമൃതാനന്ദമയിയുടെ ആശ്രമത്തിൽ പോയി അവരെ കെട്ടിപ്പിടിച്ച് ചുംബനം ഏറ്റുവാങ്ങുന്നു. ഇതൊക്കെ തന്നെ കണ്ടാൽ മനസ്സിലാകും കേരളത്തിലെ ബി.ജെ.പിയുടെ അവസ്ഥ ഇപ്പോൾ എന്താണ് എന്നുള്ളത്. ബി.ജെ.പിയെ എത്രത്തോളം CPM-ഉം നിങ്ങളൊക്കെ എത്രത്തോളം ഭയപ്പെടുന്നു എന്നും ബി.ജെ.പിയുടെ സ്വാധീനം എത്രത്തോളം വളരുന്നു എന്നും. ആദ്യമായി കേരളത്തിൽ നിന്ന് ബി.ജെ.പിക്ക് ഒരു MP-യെ കിട്ടി. ആ MP ഏതാണ്ട് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ഇതൊക്കെ നിങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്ന അങ്കലാപ്പ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഈ ഉദാഹരണം. ശ്രീ ഷാബു പ്രസാദ്, താങ്കൾ പറഞ്ഞതുപോലെയാണെങ്കിൽ ഈ ബി.ജെ.പിയെ ആണല്ലോ ഇപ്പോൾ തങ്ങളെ വഞ്ചിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് NSS ഇപ്പോൾ അകറ്റി നിർത്തിയിരിക്കുന്നത്. നാളെ നിങ്ങളുടെ നേതാക്കൾ അവിടേക്ക് പോകാൻ വട്ടം കൂട്ടിയപ്പോൾ തന്നെ NSS-ൻ്റെ പരമാധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത് അങ്ങോട്ടേക്ക് വരണ്ട എന്നാണ്. ഇതാണ് ഒരു ഭാഗത്ത്. രണ്ടാമത് എന്താണ്, ആദ്യമേ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താണ് പറഞ്ഞത്? ഈ ശബരിമലയുടെ കാര്യത്തിൽ പ്രത്യേക നിയമമുണ്ടാക്കുമെന്ന് പറഞ്ഞ ബി.ജെ.പി വഞ്ചിച്ചു വിശ്വാസികളെ എന്ന് പറഞ്ഞിട്ടാണ് NSS ഒരു നിലപാട് എടുത്തിട്ടുള്ളത്. ഇത് NSS മാത്രമല്ല, പലരും പറയുന്നുണ്ട്. അവിടെയാണ് താങ്കൾ ഈ കുറ്റപ്പെടുത്തുന്ന CPM നേതൃത്വത്തിലുള്ള സർക്കാരിൽ അവർക്ക് വിശ്വാസമുണ്ട് എന്നും പറയുന്നത്. പിന്നെ എന്തിനാണ് അവർ നിങ്ങളെ വല്ലാതെ ഭയപ്പെടുകയും ബി.ജെ.പിയുടെ വളർച്ചയാണ് ഇതെന്നൊക്കെ പറയേണ്ടത്?
അതായത് കഴിഞ്ഞ ഒരു 50 വർഷത്തെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ NSSഉം NSS നേതൃത്വവും സംഘപരിവാറിനോട് ഒരു ശത്രുതാ മനോഭാവം തന്നെയാണ് പുലർത്തിയിട്ടുള്ളത് എന്നും. അത് പുതിയ കാര്യമൊന്നുമല്ല. അവർ BJP നേതൃത്വത്തിനെയും സംഘപരിവാർ നേതൃത്വത്തിനെയും പുലഭ്യം പറയുന്നത് ഇപ്പൊ ഉണ്ടായ പെട്ടെന്നുണ്ടായ സംഭവമൊന്നുമല്ല. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. നിങ്ങളോട് ആരാ പറഞ്ഞ ഇവിടുത്തെ BJP നേതാക്കന്മാർ അങ്ങോട്ട് പോകാൻ തുടങ്ങി, ഞങ്ങൾ വേണ്ടാന്ന് അവര് വേണ്ടാന്ന് പറഞ്ഞു എന്ന്? അങ്ങോട്ട് പോകാനും പോയിട്ടില്ല, വേണ്ടാന്നും പറയും. ഇനിയിപ്പം അവർക്ക് ഇങ്ങനെ അവകാശപ്പെടാം പലപ്പോഴും എന്നുള്ളതല്ലാതെ ഇതിന് പോയിട്ടില്ല. NSS അല്ല, അവർ അങ്ങോട്ട് പോകാൻ അനുവാദം ചോദിച്ചുകൊണ്ടാണല്ലോ സുകുമാരൻ നായർ അദ്ദേഹം പറഞ്ഞത് അങ്ങോട്ടേക്ക് വരണ്ട എന്ന്. ഇത് ഞങ്ങളാരും പറഞ്ഞതല്ല. എന്തും പറയാമല്ലോ. സുകുമാരൻ നായർക്ക് വായി വരുന്നത് എന്തും മടന്ന് വിളിച്ച് പറയാമല്ലോ. ആരിതൊക്കെ മൈൻഡ് ചെയ്യുന്നു? അദ്ദേഹം വായിൽ വരുന്ന കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്ന ആളാണോ സുകുമാരൻ നായർ? സംശയം എന്താ? വായി വരുന്നതെല്ലാം വിളിച്ചു പറഞ്ഞു. എനിക്ക് RSSനോടുള്ള എതിർപ്പ്, ഞാനും RSSന്റെ ദണ്ഡ പിടിച്ച് നടന്നിട്ടുള്ളതാണ്. എനിക്ക് RSSനോടുള്ള എതിർപ്പ്, RSSന് ജാതിയില്ല, ഞാൻ ഭയങ്കര നായരാണ്, അതുകൊണ്ടാണ് എനിക്ക് RSS. ഇതും ഈ സുകുമാരൻ നായർ വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. വായി വരുന്നത് എന്തും കടന്ന് വിളിച്ചു പറയും. ആ ഒരു എന്താണ് ആഭിജാത്യത്തിന്റെ ധാർഷ്ട്യം. ഞാൻ നായരാണ്, തറവാടി നായരാണ്. നിങ്ങൾക്ക് വേണ്ടത് അങ്ങനെയുള്ളവരെയാണല്ലോ. അല്ല, ഇപ്പോൾ ഈ നായരൊക്കെ നിങ്ങൾക്ക് എന്നുതൊട്ടാണ് ഈ വെറുക്കപ്പെടുന്നവരായി മാറിയത്? നായർ ഒരു ആഭിജാത്യത്തിന്റെ അടയാളം ആയി അവർ അവകാശപ്പെടുമ്പോൾ അങ്ങനെ ആഭിജാത്യമുള്ളവരല്ല നായന്മാർ എന്നൊക്കെ നിങ്ങൾ എന്നുതൊട്ടാണ് പറഞ്ഞു തുടങ്ങിയത്? ഈ RSSനെ സംബന്ധിച്ചോളം RSSന് ജാതി ഇല്ല. RSSന് ജാതി എന്ന് പറയുന്ന സാധനമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഏറ്റവും വലിയ എതിർപ്പ് NSSനും. ആഭിജാത്യം എന്ന് പറയുന്ന സാധനം RSSന്റെ അകത്ത് ഇല്ല. അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. നായർ എന്നുള്ള ഒരു പരിഗണന വെച്ച് ഒന്നും കിട്ടില്ല, ഒരിടത്തും കിട്ടില്ല. പക്ഷെ ഇവർക്ക് നായർക്ക് പ്രത്യേക പരിഗണന വേണം, നടക്കില്ല ഇതിൻ്റെ അകത്ത്. അത് തന്നെയാണ് ഇവരുടെ പ്രശ്നം. എന്നാൽ നിങ്ങൾക്കത് പറ്റും. നിങ്ങളുടെ മനസ്സിൽ ഈ മതേതരത്വവും ജാതിരാഹിത്യവും പറയുമ്പോഴും നിങ്ങളുടെ നേതാക്കന്മാരുടെയും പാർട്ടിയുടെയും മനസ്സിൽ പുഴുത്തു നാറുന്ന ഷാബു പ്രസാദ്, CPIM എന്ന പാർട്ടി എന്ത് പറഞ്ഞു എന്നുള്ളത് ഇപ്പോൾ സജീഷ് പറയട്ടെ. പക്ഷേ നമ്മുടെ വിഷയം ഇതല്ല. എന്നാലും താങ്കൾ അത് പറഞ്ഞതുകൊണ്ട് ഞാനൊന്ന് പറയുകയാണ്. NSS ഒരു സാമുദായിക സംഘടനയാണ്. ആ സംഘടനയ്ക്ക് ആ സമുദായത്തോട് കൂറുണ്ട്. ആ സമുദായത്തിന് വേണ്ടിയാണ് അവർ നിൽക്കുക. പക്ഷേ നിങ്ങൾ ആ സമുദായത്തിൻ്റെ നിലപാടിൽ വല്ലാതെ വെപ്രാളപ്പെട്ടാണ് 2020-ലും 2021-ലുമൊക്കെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട സമരങ്ങൾ ഇറങ്ങി തിരിച്ചതെന്നുള്ളത് നമ്മളൊക്കെ കണ്ടതാണ്. അതിനുശേഷം അവരോട് പറഞ്ഞതാണ് നിങ്ങൾ ഈ നിയമം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കാമെന്ന്, വിശ്വാസികളെ സംരക്ഷിക്കാൻ. നിങ്ങൾക്ക് ഒരു ജാതിയുമില്ല, ഒരു മതവുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് വാക്കുകൾ കൊടുത്ത് ഇപ്പോൾ അവർ വഞ്ചിച്ചു എന്ന് അവർ പറയുമ്പോൾ നിങ്ങൾ ആരാണ്? ആഭിജാത്യം നിങ്ങൾക്ക് എവിടെ എന്നൊക്കെ ചോദിച്ച് ഞങ്ങൾക്കതൊന്നുമില്ല, ഞങ്ങൾ RSS ഒരു ജാതിയും മതവും ഇല്ലാത്തവരാണെന്നൊക്കെ നിങ്ങൾ പറയുന്നത് എവിടെ നോക്കിയാണ്? അതായത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിന്റെ മേളിൽ എങ്ങനെയാണപ്പാ ഒരു നിയമം ഉണ്ടാക്കുക? അത് ഈ നാട്ടിൽ അത് എത്രത്തോളം പ്രായോഗികമാവും? അത് പണ്ട് കോൺഗ്രസ് ഒക്കെ ഇരുന്ന സമയത്ത് ഒരു സുപ്രീം കോടതിയുടെ വിധിക്ക് മുകളിൽ കളിച്ചുകൊണ്ട് നിയമമൊക്കെ ഉണ്ടാക്കി. സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയിലിരിക്കുന്നതിന്റെ മുകളിൽ ഞങ്ങൾ കയറി നിയമം ഉണ്ടാക്കി തരും. ഷാബു പ്രസാദ് തന്നെയാണോ പറയുന്നത്? എന്റെ ചർച്ചയിൽ ഇരുന്നത് ഏത് സുപ്രീം കോടതിയാണ് അങ്ങനെ വിധിച്ചത്? ആ വിധിയൊന്നും ഞങ്ങൾ നോക്കാൻ പോകുന്നില്ല. ഇവിടെ ശബരിമലയിൽ ആരാണ് കയറാൻ പോകുന്നത് ഞങ്ങൾ നോക്കാം, ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ എന്റെ ചർച്ചയിൽ ഇരുന്ന് പറഞ്ഞ ഷാബു പ്രസാദ് ആണോ ഇപ്പൊ ഇങ്ങനെ സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന കാര്യത്തിൽ എങ്ങനെയാണ് ഞങ്ങൾ നിയമം ഉണ്ടാക്കുക എന്ന് ചോദിക്കുന്നത്? സുപ്രീം കോടതിയുടെ വിധിയെ ചോദ്യം ചെയ്തോ സുപ്രീം കോടതിയുടെ വിധിയെ അപമാനിച്ചോ അല്ല അന്ന് സംഘപരിവാർ സമരത്തിന് ഇറങ്ങിയത്. ആ വിധിയെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഈ കേരളത്തിൽ തെമ്മാടിത്തരം കാണിച്ച CPM തെമ്മാടിത്തത്തിനെതിരെയാണ് സംഘപരിവാർ എന്ന് സമരം ചെയ്തത്, അല്ലാതെ കോടതി വിധിക്കെതിരെ അല്ല. ആ കോടതി വിധിയെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഈ നാട് മുഴുവൻ ചോരക്കളമാക്കാൻ വേണ്ടി CPM എന്ന് പറഞ്ഞ പേപ്പട്ടിക്കൂട്ടം ചെയ്ത അതിനെതിരെയാണ് ഞാൻ ചെയ്തത്. വാക്കുകൾ ഉപയോഗിക്കുന്ന വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക ശ്രീ ഷാബു പ്രസാദ്. നിങ്ങൾക്ക് എതിർപ്പുകൾ ഉണ്ടാകാം, പക്ഷേ എതിർ സംഘടനകളിൽ പെട്ടവരെയൊക്കെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് തന്നെ ഉപയോഗിക്കുക. പക്ഷേ നോക്കുക, എനിക്കൊരൊറ്റ കാര്യം മാത്രമാണ് പറയാനുള്ളത്. താങ്കൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സുപ്രീം കോടതി വിധിയെക്കുറിച്ച് അറിയാത്ത ആളൊന്നും
മാത്രമല്ല സുകുമാരൻ നായരെ പോലുള്ളവരൊക്കെ ഈ NSSന്റെ തലപ്പത്തിരിക്കുന്നവർക്കും അതിലുള്ള അംഗങ്ങളായിട്ടുള്ള ആളുകൾക്കുമൊക്കെ അവർക്കുമുണ്ട് ആ സമുദായത്തോടുള്ള കൂറുമൊക്കെ, അവർക്കും അറിയാം ഈ കോടതി വിധിയുമൊക്കെ. അവരൊക്കെ മനസ്സിലാക്കിയ കോടതി വിധിയോടാണ് നിങ്ങളൊക്കെ പറഞ്ഞ് തിരുത്തിയത്. ഞങ്ങൾ അവിടെ നിയമം ഉണ്ടാക്കി കോടതിക്ക് ഒരു അനുകൂല സാഹചര്യം ഉണ്ടാക്കി കൊടുക്കും, അവരൊരു നിയമം ഉണ്ടാക്കി കൊടുക്കുമെന്ന്. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ഇന്ന് പറയുന്ന നിങ്ങളെ അവർക്ക് വിശ്വാസമില്ല. ഇന്ന് നിങ്ങളെ അവർക്ക് വിശ്വാസമില്ല. ഇന്ന് നാഴികയ്ക്ക് 40 വട്ടം അവസരം നോക്കി, സുവർണാവസരം നോക്കി വാക്കുകൾ മാറ്റി പറയുന്ന നിങ്ങളെ സുകുമാരൻ നായർക്കും NSSലെ ഭാരവാഹികൾക്കും വിശ്വാസമില്ല, അംഗങ്ങൾക്കും. ആർക്ക് വേണമെന്ന് ഇവരുടെ വിശ്വാസം? ഇവിടെ കഴിഞ്ഞ 19 കൊല്ലമായി ഇവിടെ RSS ഇവർക്ക് വിശ്വാസം ഉണ്ടായിട്ടുണ്ടോ? അയ്യോ ഞങ്ങളെ വിശ്വസിക്കണമെന്നും പറഞ്ഞുകൊണ്ട് സംഘപരിവാർ ഇവരുടെ കൂടെ പോയിട്ടുണ്ടോ? ഇവരുടെ വിശ്വാസം വേണ്ടെന്നേ. ഇവർ പറയുന്നിടത്താണോ നായർ സമുദായം വോട്ട് ചെയ്യുന്നത്? അപ്പൊ കേരളത്തിലെ നായർ സമുദായത്തിന്റെ മുഴുവനും അട്ടിപ്പേരവകാശം സുകുമാരൻ നായർക്കും NSSനുമാണോ? അല്ല, നായർ സമുദായത്തിൻ്റെ അട്ടിപ്പരാവകാശം അവർക്കില്ല. പക്ഷേ അവർ പറയുന്നത് കേട്ടല്ല ആ സമുദായത്തിലെ അംഗങ്ങൾ മുഴുവൻ വോട്ട് ചെയ്യുന്നത്. വെള്ളാപ്പള്ളിയും ഒരുപക്ഷെ സുകുമാരൻ നായരും ഒക്കെ പറയുന്നത് കേട്ടല്ല ഈ സമുദായത്തിലെ അംഗങ്ങൾ മുഴുവൻ വോട്ട് ചെയ്യുന്നത്. പക്ഷേ അവർ ഈ സമുദായങ്ങളുടെയൊക്കെ തലപ്പത്തിരിക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക്, പൊതുസമൂഹത്തിൻ്റെ വക്താക്കൾ എന്നുള്ള നിലയ്ക്ക് അവർ പറയുന്നതിൽ ആ സമുദായത്തിൽ മാത്രമല്ല നമ്മുടെ പൊതുസമൂഹത്തിൽ തന്നെ ചില റിഫ്ലക്ഷൻസ് ഉണ്ടാക്കും. അതാണ് അതിൽ പേടിച്ചാണ് BJPയുടെ അധ്യക്ഷൻ പോലും ഈ കാര്യത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിൽ സംയമനം പാലിക്കുന്നത്. ഇവിടെ BJPയുടെ ഭാഗത്തു നിന്ന് ചില ആളുകൾ പെരുന്നയിലേക്ക് പോകാൻ നാളെ വട്ടം കൂട്ടിയത്, ഇപ്പോൾ വരണ്ട എന്ന് സുകുമാരൻ നായർ വാതിൽ കൊട്ടി അടച്ചത്, അതും കൂടി പറയേണ്ടതുണ്ട്. സുകുമാരൻ നായര് അയാളുടെ ഏതോ സങ്കല്പ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് എന്നെ നരേന്ദ്രമോദി വിളിച്ച് ഞങ്ങൾക്ക് ഒരു അപ്പോയിന്റ്മെന്റ് തരണമെന്ന് പറഞ്ഞു, പോയി പണി നോക്കണോ എന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനൊക്കെ പറയാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് സങ്കല്പിക്കാനും ഇങ്ങനൊക്കെ പറയാനും ചെയ്യും. അതൊക്കെ വിശ്വസിച്ച് അത് ഏറ്റുപിടിച്ച് നടക്കാൻ നിങ്ങളെ പോലുള്ളവരുമുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഇതൊക്കെ ഇതേപോലെയുള്ള ജൽപ്പനങ്ങൾ ഉണ്ടായെന്ന് വരും. അപ്പൊ എന്തായാലും ഇനി ഒരു പ്രതീക്ഷയുമില്ല. സുകുമാരൻ നായരെ ഒരു നിലയ്ക്കും ഇനിയിപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അതാണ് ഷാബു പ്രസാദ് ഇങ്ങനെയൊക്കെ ഇത്രയ്ക്ക് നെറുകെട്ട വാക്കുകൾ പോലും ഇപ്പോൾ സുകുമാരൻ നായർക്കെതിരായിട്ടൊക്കെ ഉപയോഗിക്കാൻ താങ്കളെപ്പോലുള്ളവർ തയ്യാറാകുന്നത്. അതുപോലെ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ഒക്കെ ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ആയി മാറി. എനിക്കിപ്പോ അത് മാത്രമല്ല വിഷയം, BJPയെ പോലൊരു രാഷ്ട്രീയ പാർട്ടി ഏത് കാലത്താണ് സുകുമാരൻ നായർ സംഘപരിവാറിനൊപ്പം നിന്നിട്ടുള്ളത്? NSS നേതൃത്വം അതുകൂടെ ഒന്ന് പറഞ്ഞാട്ടെ. അല്ല, സംഘപരിവാറിന് മാത്രമല്ലല്ലോ, സമദൂരം പറയുന്നതിനെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് പലപ്പോഴും ഈ ഒരു സംഘടനകളെയൊക്കെ വലിയ താല്പര്യമായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്കതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് അതിനോട് വല്ലാത്ത എതിർപ്പാണ്. സുകുമാരൻ നായർക്കെതിരെ അവിടെ ഉയരുന്ന ബാനറുകൾ പോലും ഇപ്പോൾ നിങ്ങളുടെ സംഭാവനയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു സാധാരണ അതെ സംശയം മാത്രമേ ഉള്ളൂ, ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല. ശരി, ഒറ്റക്കാര്യം കൂടി ആദ്യഘട്ടത്തിൽ എനിക്ക് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഇപ്പോൾ BJP പുകയുകയാണോ, BJPയിൽ ഇപ്പോൾ എന്താണ് നീറിപ്പുകയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒരൊറ്റ കാര്യം മാത്രമല്ല, പുതിയ അധ്യക്ഷൻ വന്നതിന് ശേഷം, പുതിയ ഭാരവാഹികൾ വന്നതിന് ശേഷം അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉണ്ടായ ഒരു ആത്മഹത്യ, അനിൽ തിരുമലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ പോലും പോലീസുകാരോട് പറഞ്ഞതിനെ കുറിച്ച് വാർത്തകൾ വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ഉത്തരവാദിയായ ആളുകളെ കണ്ടുപിടിക്കണം. അവിടെ നടന്നിട്ടുള്ള BJPയിലെ അംഗങ്ങൾ, നേതാക്കൾ ഒക്കെ നടത്തിയ പലതരത്തിലുള്ള ഗൂഢാലോചനകൾ എന്താണെന്നുള്ളത് അറിയേണ്ടതുണ്ട്. അക്കാര്യത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മാധ്യമ പ്രവർത്തകർക്കെതിരെ തിരിയുന്ന BJPയുടെ അധ്യക്ഷൻ, ഇപ്പോഴത്തെ BJPയുടെ സംസ്ഥാന ഭാരവാഹിത്വം, അതുപോലെ എയിംസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ആ പാർട്ടിക്കകത്ത് നടക്കുന്ന ചർച്ചകൾ, 2 ഗ്രൂപ്പുകളായി മാറി നടക്കുന്ന ചർച്ചകൾ, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ സാമുദായിക സംഘടനകളെ ഒരുമിച്ച് നിർത്താൻ പറ്റുന്നില്ല. ഇങ്ങനെ എല്ലാ കാര്യത്തിലും പ്രശ്നമായി നിൽക്കുന്ന ഒരു BJPയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇത് ഈ ഭാരവാഹികൾ മാറിയതിൻ്റെ, നേതൃത്വ മാറ്റത്തിൻ്റെ ഗുണമാണോ വിത്തിൻ കോട്ട്? അത് ലാല് പറഞ്ഞ ഒരു കാര്യം സത്യമാണ്. അതായത് BJPയിൽ ഇങ്ങനെ നീറിപ്പുകയുന്നുണ്ട് പല കാര്യങ്ങളും.
ആ നീറിപ്പുകയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തല പുകഞ്ഞ് തന്നെ ബ്രെയിൻ സ്റ്റോമിങ് നടത്തുകയാണ്. ഈ കേരളത്തിൽ കഴിഞ്ഞ തവണ ഇപ്പോൾ ഒരു ആദ്യമായിട്ട് MP ജയിപ്പിച്ചു, 20% വോട്ട് ലഭിച്ചു. ആ 20% വോട്ട് 25-ലേക്കും 30-ലേക്കും എത്താനും കൂടുതൽ ജനപ്രതിനിധികളെ എങ്ങനെ കേരളത്തിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയും എന്നൊക്കെയുള്ള കാര്യത്തിൽ അവിടെ നീറി പുകഞ്ഞ് കഷ്ടപ്പെട്ട് തന്നെ ആലോചിക്കുകയാണ്. ആ ആലോചന, അതിന്റെ ചൂട് നിങ്ങൾക്കും അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കൈരളിയുടെ 1 മണിക്കൂറുള്ള സമയം BJPക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിവെക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലെ അങ്കലാപ്പ് കൊണ്ട് തന്നെയാണ്. BJP മുമ്പോട്ട് തന്നെ പോകും എന്നുള്ള ഭയം കൊണ്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ പമ്പയിൽ ചെന്ന് സ്വാമിയെ ഭരണമയ്യപ്പ എന്ന് വിളിച്ചതും അമൃതാനന്ദമയി അമ്മയെ പോയി കണ്ടതും. ഇതൊക്കെ ഇതിന്റെ ഈ ലക്ഷണങ്ങളാണ്. അമൃതാനന്ദമയി അമ്മയെ പോയി കാണുന്നതൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് വലിയ മോശമായി മാറിയിരിക്കുകയാണ്. അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ വലിയ മോശമാണ്. നിങ്ങൾ ചെയ്താൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് പോയി വണങ്ങി നിൽക്കാം. നിങ്ങൾക്ക് അവിടെ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും അവരെ ബഹുമാനിക്കുന്നതോ അവരോട് ഏതെങ്കിലും തരത്തിൽ ഒരു സ്നേഹപ്രകടനം നടത്തുന്നതോ കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വല്ലാത്ത അങ്കലാപ്പാണ്, അത് നിങ്ങൾക്ക് ആശങ്കയാണ്. ശരി, ഞാൻ വരാം. ഇതൊക്കെ ബി ജെ പിക്ക് എന്ന് മുതലാണ് ഈ പ്രശ്നമായതെന്നാണ് അറിയേണ്ടത്. ഞാൻ വരാം. എനിക്ക് ജേക്കബ് ജോർജിലേക്കും പോകാൻ വല്ലാതെ തിരക്കമുണ്ട്. പക്ഷെ അതിനു മുമ്പ് SK സജീഷ് അല്ലല്ല, ഇതുകൂടെ പറഞ്ഞ ഇറങ്ങിക്കളയരുത് ദയവായി. എനിക്ക് അങ്ങ് 9 മണി വരെ സമയം തന്നതാണ്. എനിക്ക് 8:45 വരെ അങ്ങിരിക്കണം ദയവായി. ഞാൻ ആദ്യമേ പറഞ്ഞു എനിക്ക് നേരത്തെ പോകണം, ലാൽ ഒരുപാട് നിർബന്ധിച്ചു. ശരി, ഒരു റൗണ്ട് കൂടി മറ്റുള്ളവർ പറയുന്നത് കേൾക്കണമല്ലോ. ദയവായി ഒരു സാമാന്യ മര്യാദ വേണം ദയവായി. അല്ല, മര്യാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതാണ് എനിക്ക് സമയമില്ല. ശരി, ഒരു കാര്യം പറയൂ, ഞാൻ അതിനുള്ള സമയം തരാം. ഒരു കാര്യം പറയൂ, എന്നിട്ട് എനിക്ക് മറ്റുള്ളവർക്ക് കൂടി സമയം കൊടുക്കണം താങ്കളിലേക്ക്, എന്നിട്ട് ഒന്നുകൂടെ വരും പ്ലീസ്. വേറൊന്നുമല്ല, അതായത് സംഘപരിവാറിന്റെ ആൾക്കാർ, സംഘപരിവാർ നേതാക്കന്മാർ ഏത് കാലത്തും അമ്മയുടെ മുമ്പിൽ പോയി വണങ്ങി നിന്നിട്ടുണ്ട്. എന്നാൽ ഇന്നലെ വരെ പുലഭ്യം പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന, കടപ്പുറം സുധാമണി എന്ന് പരിഹസിച്ചുകൊണ്ടിരുന്ന ഈ അമ്മയ്ക്കെതിരെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി വിമാനം പിടിച്ച് ന്യൂയോർക്കിൽ പോയ പത്രാധിപരുള്ള ഈ സ്ഥാപനവും ഈ പാർട്ടിയും ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടോണ്ടിരുന്ന നായരുടെ തലയിൽ ഉൾവിളി തോന്നിയ മാതിരി പെട്ടെന്ന് ചെന്ന് കെട്ടിപ്പിടിക്കുന്നത് കാണുമ്പോൾ പുച്ഛം തോന്നുന്നു. അതെ, ഇന്നലെ വരെ ഈ പഴഞ്ചൊല്ലൊക്കെ മറന്നിരുന്ന ഷാബു പ്രസാദിനെ പോലുള്ളവർ ഇന്ന് ഉണ്ടോണ്ടിരുന്ന നായരെ കുറിച്ചൊക്കെ പഴഞ്ചൊല്ലി പറഞ്ഞ ആ പഴഞ്ചൊല്ലൊക്കെ ഓർത്തു തുടങ്ങിയത് തന്നെ. അതുപോലുള്ള അത്ഭുതങ്ങൾ പലതും ഈ നാട്ടിൽ നടക്കുന്നുണ്ട്, അതും ഓർത്തു വെച്ചോളൂ. ഒപ്പം എവിടെയൊക്കെ എന്തൊക്കെ കാര്യങ്ങളുണ്ടായാലും വാർത്തയുടെ പിന്നാലെ വിമാനം പിടിച്ചു പോകുന്ന പ്രത്യേകത കൈരളിക്ക് അന്നുമുണ്ട് ഇന്നുമുണ്ട്. ദയവായി കാത്തിരിക്കുക. എനിക്ക് SK സജീഷിലേക്ക് ഒന്ന് പോകണം. ദയവായി അങ്ങയിലേക്ക് വരും. പെട്ടെന്ന് വരും. SK സജീഷ് കേൾക്കൂ. ഇതാണിപ്പോൾ BJP നീറിപ്പുകയുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോഴുള്ള ഉത്തരങ്ങൾ. ഈ കേട്ടതൊക്കെ BJPക്ക് ഒരാശങ്കയുമില്ല, അങ്കലാപ്പുമില്ല. ഈ നാട്ടിൽ ഇപ്പോൾ നടക്കുന്നതൊക്കെ BJPക്ക് വളരെ സന്തോഷമുള്ള കാര്യങ്ങളാണ് എന്ന് പറയാൻ പറ്റുന്നതാണോ? അല്ല, അദ്ദേഹത്തിൻ്റെ ഭാഷയും പ്രയോഗങ്ങളും കേട്ടാൽ തന്നെ അറയ്ക്കുന്ന പ്രയോഗങ്ങളാണ് അദ്ദേഹം നടത്തിയത്. CPM ഉൾപ്പെടെ അദ്ദേഹം പ്രയോഗിച്ച അതേ ഭാഷയിൽ അദ്ദേഹത്തിന് മറുപടി നൽകണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം സംസാരിക്കാനിടയായ സാഹചര്യമെന്ന് പറയുന്നത് BJPക്കകത്ത് നിലനിൽക്കുന്ന അങ്കലാപ്പ് തന്നെയാണ്. അത് ചർച്ച ചെയ്യപ്പെടരുത് എന്ന അദ്ദേഹത്തിൻ്റെ താല്പര്യവും കൂടിയാണ്. അതുകൊണ്ടാണ് വിഷയങ്ങളെല്ലാം വഴിതെറ്റിച്ച് കൊണ്ടുപോകാനും മറ്റുള്ളവർക്ക് നേരെ ആക്ഷേപം ചൊരിയാനുമെല്ലാം അദ്ദേഹം ശ്രമിക്കുന്നത്. ഇവിടെ വസ്തുതകൾ നമ്മുടെ മുന്നിലുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ പ്രശ്നം എന്താണ്? ആ BJPയുടെ ഇപ്പോഴത്തെ പ്രസിഡൻ്റായി നിൽക്കുന്ന ആൾ എപ്പോഴാണ് സാബു പ്രസാദ് BJPയിലേക്ക് വന്നത്? 2006 അദ്ദേഹം വന്നത് ഒരു BJPയുടെ ഏതെങ്കിലും ഒരു പ്രവർത്തന കമ്മിറ്റിയിലേക്കാണോ? ഏതെങ്കിലും ഒരു ബൂത്ത് കമ്മിറ്റിയിലോ മണ്ഡലം കമ്മിറ്റിയിലോ ജില്ലാ കമ്മിറ്റിയിലോ സംസ്ഥാന കമ്മിറ്റിയിലേക്കൊന്നുമല്ല. നേരിട്ട് അദ്ദേഹത്തിൻ്റെ പണത്തിൻ്റെ ഹുങ്ക് കൊണ്ട് കർണാടകയിൽ നിന്നും രാജ്യസഭാ അംഗമായി. തുടർന്നിങ്ങോട്ട് നിരന്തരമായി രാജ്യസഭാ അംഗവും മന്ത്രിയും കേന്ദ്രമന്ത്രിയും ഒക്കെയായി മാറി. ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുന്നു. യഥാർത്ഥത്തിൽ സാബു പ്രസാദ് ഉൾപ്പെടെയുള്ള അദ്ദേഹം BJPയുടെ ഭാഗമാണെങ്കിൽ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകളുടെ വിലക്ക് വാങ്ങിയ ഒരു പ്രസിഡൻ്റല്ലേ BJPയുടെ മുകളിലിരിക്കുന്നത്? BJPയുടെ സംഘടനാ സംവിധാനത്തെക്കുറിച്ച് എങ്കിലും അദ്ദേഹത്തിന് എന്തെങ്കിലും പരിചയമുണ്ടോ? അത് ആ പാർട്ടിയുടെ പ്രശ്നം, ഞങ്ങൾ അതിൽ ഇടപെടുന്നില്ല. അതിൻ്റെ ഭാഗമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, തമ്മിലടി BJPയിലുണ്ട് എന്ന് ഇവിടെ ആർക്കും മനസ്സിലാകും. രാഷ്ട്രീയം ചെറിയ തോതിലെങ്കിലും നിരീക്ഷിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും.
അത് ഒരു വസ്തുതയായി നിലനിൽക്കുകയും ചെയ്യുന്നു. നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് BJP ഒരു ജില്ലാ ജനറൽ സെക്രട്ടറി ആണല്ലോ തിരുമല അനിൽകുമാർ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വന്നത്. ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഈ BJP സംസ്ഥാന പ്രസിഡന്റിനും സംസ്ഥാന നേതാക്കന്മാർക്കുമൊക്കെ പരസ്യമായിട്ടാണല്ലോ ഭാര്യയിൽ നിന്ന് നിങ്ങൾ കൊണ്ടുപോയി കൊല്ലിച്ചില്ലേ എന്ന് ചോദിച്ചത് കേൾക്കേണ്ടി വന്നത്. നിങ്ങൾ കൊണ്ടുപോയി കൊല്ലിച്ചില്ലേ എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞില്ലേ? അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഒരു 10,000 രൂപ തൻ്റെ മരണാനന്തര ചടങ്ങിന് വേണ്ടി ഒരു കവറിലിട്ട് വെച്ചത് ഈ കേരളത്തിലെ ഒരു BJP-കാരനും എനിക്കിനി ഒരു 10 പൈസയുടെ സഹായം ചെയ്യില്ല, എൻ്റെ ഒരു മരണാനന്തര ചടങ്ങ് പോലും നടത്താൻ ഈ കൂട്ടരൊന്നും ഉണ്ടാകില്ല എന്ന ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടല്ലേ? ആ ഉത്തമ ബോധ്യം കേരളത്തിലെ BJP പ്രവർത്തകർക്കുണ്ട്. ഇവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവരുടെ അപ്രീതിക്ക് പാത്രമായി കഴിഞ്ഞാൽ പിന്നീട് തിരിഞ്ഞു നോക്കില്ല എന്ന് മരണത്തിലൂടെ അനിൽകുമാർ തെളിയിച്ചിരിക്കുകയാണ്. ആ ആത്മഹത്യയുടെ പാപഭാരത്തിൽ നിന്നൊന്നും മോചിതനാകാൻ കേരളത്തിലെ BJP സംസ്ഥാന പ്രസിഡന്റിനോ BJPക്കോ സാധ്യമാകില്ല എന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. BJP നേതാക്കന്മാരാണ്, പലരുമാണ്, കൗൺസിലർമാരുൾപ്പെടെയുള്ള ആളുകളാണല്ലോ അവിടുന്ന് പണം ബാങ്കിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി തിരിച്ചടക്കാതിരുന്നത്. ഞാൻ അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അന്വേഷണം വരുമ്പോൾ ഈ കാര്യങ്ങൾ ഓരോന്ന് പുറത്തേക്ക് വരും. BJP സംസ്ഥാന അധ്യക്ഷൻ ആദ്യം ഫേസ്ബുക്കിലൂടെ പറഞ്ഞ പോലെ തന്നെ എന്താണ് അനിലിന് നീതി ലഭിക്കും, അതുപോലെ തന്നെ സത്യം പുറത്തു വരും, ഇതൊക്കെ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങ് നടക്കുന്നതിന് മുമ്പ് നവമാധ്യമത്തിലൂടെ ഇവരിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നപ്പോൾ പിന്നീട് ഒറ്റ അക്ഷരം വേണ്ടിയിട്ടില്ല, പിന്നെ ഒന്നും പറയാൻ വേണ്ടി പോലും തയ്യാറായിട്ടില്ല. ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമപ്രവർത്തകരോട് നാം ഒരിക്കലും കാണാത്ത രീതിയിൽ പെരുമാറുന്ന കൈരളിയുടെ റിപ്പോർട്ടർ ഉൾപ്പെടെ, വനിതാ റിപ്പോർട്ടറോട് ഉൾപ്പെടെ പെരുമാറുന്ന കാഴ്ച നമ്മൾ കണ്ടതല്ലേ. അതുകൊണ്ട് എന്താണ് BJP എന്നും അതിൽ BJP സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുന്ന ആളുകളുടെ യോഗ്യത എന്ത് എന്നും സമൂഹത്തിൽ എങ്ങനെ അവർ പെരുമാറുന്നു എന്നെല്ലാം ജനങ്ങൾക്ക് ബോധ്യമാണ്. പിന്നെ ഒരു മന്ത്രി സുരേഷ് ഗോപി, അദ്ദേഹം ഇപ്പോഴും ഏതോ സിനിമാ ലോകത്ത് തന്നെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആളുകൾ അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ ആൽത്തറയിൽ നമ്മൾ കണ്ടതാണല്ലോ, അവിടെ വന്ന സമയത്ത് ആളുകളോട് പെരുമാറുന്ന രീതി, ചോദ്യങ്ങൾക്ക് അദ്ദേഹം നൽകുന്ന മറുപടി, അദ്ദേഹത്തിൻ്റെ സമീപനങ്ങൾ, ഇതെല്ലാം കാണുകയാണല്ലോ. അബദ്ധം പറ്റിയത് മാത്രമല്ലല്ലോ തൃശ്ശൂരിൽ സംഭവിച്ചത്. തനിക്കും തൻ്റെ ബന്ധുക്കൾക്കും ഡ്രൈവർക്കും ചുറ്റുമുള്ള സകലർക്കും വോട്ട് അവിടെ വ്യാജമായി ചേർത്തുകൊണ്ട് താൽക്കാലികമായൊരു വിജയം ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും കേരളത്തിൽ ശാശ്വതമാണ് എന്ന് ഒരാളും കരുതേണ്ടതില്ല. ഞങ്ങൾ നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ആദ്യം പൂട്ടിക്കാൻ വേണ്ടി പോകുന്നത് തൃശ്ശൂരിലെ അക്കൗണ്ടാണ്. അത് തൃശ്ശൂരിലെ ജനങ്ങൾ അതിനുള്ളൊരു അവസരത്തിന് കാത്തു നിൽക്കുന്ന നിലയിലേക്ക് ഇപ്പോൾ അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടയാളുടെ പ്രവൃത്തി മൂലം തന്നെ മാറിയിരിക്കുകയാണ് എന്നും രാഷ്ട്രീയം ചെറിയ തോതിൽ നിരീക്ഷിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും. എന്തെല്ലാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കേരളത്തോട് കടുത്ത ശത്രുതാപരമായ സമീപനം സ്വീകരിക്കുന്നു ഒരു വശത്ത്, കേരളത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും തടഞ്ഞു വെക്കുന്നു, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾക്കും 2 എയിംസ് ഉൾപ്പെടെ അനുവദിക്കുന്നു. കേരളത്തിൻ്റെ എയിംസ് എന്ന ആവശ്യത്തിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നുവെന്ന് മാത്രമല്ല, അത് തരുന്നതിനെക്കുറിച്ചല്ല ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് അവിടെ വേണോ ഇവിടെ വേണോ എന്ന് പറഞ്ഞ് അവരുടെ തമ്മിൽ തല്ലിന് അത് ഭാഗമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വിവരക്കേടും വിഡ്ഢിത്തവും വിളമ്പുന്നൊരു മന്ത്രി, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ആലപ്പുഴയാണ് പോലും. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിന് മറുപടി കൊടുക്കുന്ന ആലപ്പുഴയിലെ തന്നെ BJP അവിടുത്തെ നോർത്ത് ജില്ലാ സെക്രട്ടറി PK വിനോദ് തന്നെ ചോദിക്കുന്നു, ഇതൊക്കെ എന്താണ് ഈ പറയുന്നത്, ആലപ്പുഴയ്ക്ക് എന്താണ് പ്രത്യേകത എന്ന് അവർ തന്നെ ചോദിക്കുന്നു. തമ്മിൽ തർക്കമായി നഷ്ടപ്പെടുന്നത് കേരളത്തിൻ്റെ അവകാശങ്ങളും കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യങ്ങളുമാണ്. അതുകൊണ്ട് ആ കാര്യമൊന്നും വിസ്മരിച്ചുകൊണ്ട് BJPയെ നിങ്ങൾ ഒന്ന് നന്നാക്കി പ്രദർശിപ്പിച്ച് കളയാമെന്ന് ശ്രീ സാബു പ്രസാദ് വാക്ചാതുര്യം കൊണ്ട് ഇവിടെ പറഞ്ഞുകൊണ്ടൊന്നും സാധ്യമാവില്ല. പിന്നെ ഒരു കാര്യം കൂടി, അദ്ദേഹം പറഞ്ഞു വെച്ച് ഈ ശബരിമലയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹം CPMൻ്റെ നേരെ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനും കോടതി നിയമനിർമ്മാണത്തിലിരിക്കുന്ന കാര്യമാണ്, ഭരണഘടനാ ബെഞ്ചിൻ്റെ കീഴിലാണ്, അതുകൊണ്ട് ഇപ്പോൾ ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല. എന്തൊരു മാന്യതയാണ്. 5 അംഗ ബെഞ്ച് ഒരു വിധി പുറപ്പെടുവിച്ചു. ആ വിധിക്ക് അനുസൃതമായ കേസ് കൊടുത്തത് ആരാണ് സുഹൃത്തെ? കേസ് കൊടുത്ത അഭിഭാഷകർ BJPയുടെ RSSൻ്റെ നേതാക്കന്മാരായിട്ടുള്ള ആളുകളല്ലേ സുപ്രീം കോടതിയിൽ പോയി അവിടെ സ്ത്രീകൾ പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തത്? ഇപ്പോഴും അവർ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. RSSൻ്റെ ഏറ്റവും പ്രമുഖനായ സർസംഘ ചാല കഴിഞ്ഞാൽ പിന്നെ ആരാണ്? അത് RSS ജനറൽ സെക്രട്ടറി അല്ലേ? RSS ജനറൽ സെക്രട്ടറിയായ ഭയ്യ ജോഷി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്?
സ്ത്രീ പ്രവേശനം വേണമെന്നാണ്. നിങ്ങൾ ഈ വലിയ ഉറഞ്ഞു തുള്ളുന്ന സമയത്ത് ആദ്യം ഭയ്യ ജോഷിയെ പുറത്താക്കാനുള്ള നിലപാട് സ്വീകരിക്കുന്നുണ്ടോ? 1999 മാതൃഭൂമി ശബരിമല പ്രത്യേക പതിപ്പിനകത്ത് പ്രവേശനം വേണം സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞ് ലേഖനം എഴുതിയ ഒ രാജഗോപാൽ ഇപ്പോഴും BJP തന്നെ ഉണ്ടല്ലേ ശ്രീ ഷാബു പ്രസാദ്? ഈ വിധി വന്ന ദിവസം ആദ്യം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ആരാണെന്ന് താങ്കൾക്ക് ഓർമ്മയുണ്ടോ? വിധിയെ സ്വാഗതം ചെയ്യുന്നു, സ്ത്രീകൾ പ്രവേശിപ്പിക്കണം, നിലപാട് സ്വീകരിക്കണം എന്ന് പറഞ്ഞ ആളെ ഓർമ്മയുണ്ടോ? മറ്റെല്ലാവരും വിധി എന്ത് എന്ന് കേൾക്കാൻ നിൽക്കുന്നതിന് മുമ്പേ ചാടിക്കയറി പറഞ്ഞ ആളുടെ പേര് കെ സുരേന്ദ്രൻ എന്നാണ്. കെ സുരേന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, പിന്നെ കണ്ടം വഴി ഓടി ഫേസ്ബുക്ക് പോസ്റ്റും പിൻവലിച്ചുകൊണ്ട്. അതെന്തുകൊണ്ടാണ്? സുവർണാവസരമാക്കി കളയാം, തെരുവിൽ കലാപം ഉണ്ടാക്കാം എന്നൊരു ആഹ്വാനം ആരുടെ വക? നമ്മുടെ ശ്രീധരൻ പിള്ളയുടെ വക. അത് കേട്ടപ്പോൾ അതെല്ലാം വിശ്വസിച്ച് പോയ സുകുമാരൻ നായരെ പോലുള്ളവർ ഇന്ന് കേൾക്കുന്നത് എന്താണെന്ന് ഉൾപ്പെടെയുള്ള പറയട്ടെ ഒറ്റ മിനിറ്റ്, ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന് രണ്ട് വാചകങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടതുണ്ട്. കാരണം അത്രയും രൂക്ഷമായ മോശമായ ഭാഷയിലാണ് അദ്ദേഹം സംസാരിച്ചത്. ഞാൻ ആ ഭാഷ പ്രയോഗിക്കുന്നില്ല, പക്ഷെ കാര്യങ്ങൾക്ക് മറുപടി പറയണം. ഞാൻ ആ ഭാഷയിൽ പറഞ്ഞതിൽ തർക്കിക്കാൻ ഞാനില്ല. അത് അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക ബോധത്തിൽ നിന്ന് ഉയർന്നു വന്ന വാക്ക് എന്നുള്ള നിലയ്ക്ക് ഞാനതിനെ തള്ളുന്നു. പക്ഷേ ഇവിടെ ആർഹരി ഉൾപ്പെടെയുള്ള RSS നേതാക്കന്മാരുടെ അഭിപ്രായം എന്താണ്? BJPയുടെ MP അല്ലേ സുബ്രഹ്മണ്യ സ്വാമി, പട്ടാളത്തെ ഇറക്കി സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞ ആളല്ലേ, നിങ്ങൾ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഈ ശബരിമല വിഷയത്തെ തങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ ഉള്ളിലും പ്രവർത്തിക്കുകയും അവസാനം ആളുകളെ പറ്റിക്കുകയും ചെയ്തതാണ് എന്ന് ആർക്കാണ് ബോധ്യമില്ലാത്തത്? അത് NSSന് ബോധ്യമായിട്ടുണ്ട്, SNDPക്ക് ബോധ്യമായിട്ടുണ്ട്, ഈ നാട്ടിലെ ജനങ്ങൾക്കാകെ ബോധ്യമായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ബോധ്യമായത്? സർക്കാരിന് വ്യത്യസ്തമായ നിലപാടുണ്ടായിരുന്നില്ല. ആഗോള അയ്യപ്പ സംഗമം നടത്തിയെന്തിനാണ്? അവിടെ തിരക്ക് നിയന്ത്രിക്കാനുള്ള ചർച്ചകൾ നടന്നു. കൂടുതൽ ആളുകളെ 1 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷം ആളുകളെ ഒരുമിച്ച് അവിടെ എത്തിക്കുമ്പോൾ അവർക്ക് സൗകര്യമൊരുക്കാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് ചർച്ച നടന്നു. അതുപോലെ തന്നെ മാസ്റ്റർ പ്ലാനിനെ കുറിച്ച് ചർച്ച നടന്നു. അതുപോലെ തന്നെ ശബരിമല നമ്മുടെ ടൂറിസം മേഖലയിൽ നമ്മുടെ പിൽഗ്രിമേജ് ടൂറിസത്തിൻ്റെ ഭാഗമായി ശബരിമലയെ ആഗോളാടിസ്ഥാനത്തിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ചർച്ച നടന്നു. ഈ ചർച്ചയിലൊന്നും നിങ്ങളില്ല. ഒരു ടൂറിസം മന്ത്രിയുണ്ട്, ചുമതല വഹിക്കുന്ന ഒരു മന്ത്രിയുണ്ട്, സുരേഷ് ഗോപി. 10 പൈസ ഈ പറഞ്ഞ ആലപ്പുഴയ്ക്കുൾപ്പെടെ ശബരിമലയ്ക്കുൾപ്പെടെ ടൂറിസത്തിന് ചെലവഴിക്കാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി നീക്കിവെക്കാനോ ഒരു അക്ഷരം മിണ്ടുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. ഇതെല്ലാം ആളുകൾ കണ്ടതല്ലേ. മാത്രവുമല്ല, ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് കഴിഞ്ഞ ഏറ്റവും ഒടുവിലെ ഈ മണ്ഡലകാലത്ത് 53,60,000 പേർ അവിടെ ഭക്തർ ഒരു പ്രയാസവുമില്ലാതെ വന്നുപോയല്ലോ. വെർച്വൽ ക്യൂ എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അപ്പോഴും കുത്തിത്തിരിപ്പുമായി കോൺഗ്രസും BJPയും വന്നു. ഒരു പ്രശ്നം ഉണ്ടായില്ല. ഏറ്റവും മനോഹരമായി 7.5 ലക്ഷം ഭക്തജനങ്ങൾ കൂടുതലായിരുന്നു കഴിഞ്ഞ മണ്ഡലകാലത്ത്. ആ ഭക്തജനങ്ങൾ സന്തുഷ്ടരാണ്. അതുപോലെ തന്നെ എല്ലാവരും സന്തുഷ്ടരാണ്. ആ സന്തുഷ്ടിയുടെ ഭാഗമായി BJPയുടെ കോൺഗ്രസിൻ്റെ കള്ളക്കളി മനസ്സിലാക്കി എല്ലാവരും തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുണ്ടാകുമ്പോൾ ഉറഞ്ഞു തുള്ളിയിട്ട് കാര്യമുണ്ടോ ശ്രീ ഷാബു പ്രസാദ്? ഇവിടെ മാത്രമൊന്നുമല്ല, ഒറ്റ മിനിറ്റ്, ഇവിടെ മാത്രമൊന്നുമല്ല. നിങ്ങൾ ഈ രാജ്യത്ത് ഏറ്റവും കൃത്യമായി ഉപയോഗിച്ച മറ്റൊന്നുണ്ടായിരുന്നു, രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട്. ആ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി ജയിക്കാമെന്നാണല്ലോ കരുതിയത്. ആ ഫൈസാബാദിൽ തോറ്റു, അയോധ്യയിൽ തോറ്റു, തോൽപ്പിച്ചു. മതത്തെ വർഗീയതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കപട രാഷ്ട്രീയത്തെ ഇന്ത്യയിൽ RSSനെ തോൽപ്പിച്ചത് അയോധ്യയിലാണ്. സംഘപരിവാരത്തിന് ഇന്ത്യൻ ഭരണഘടന മറുപടി പറയണം. അദ്ദേഹം പോകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ഞാൻ ഉന്നയിക്കുന്നത്. ശരി, ശ്രീ ഷാബു പ്രസാദ് പോകുന്നതിന് മുമ്പ് ജേക്കബ് ജോർജ് നോക്കൂ, ഈ പറഞ്ഞ കാര്യത്തിൽ BJPയുടെ ഒരു നിലപാടിപ്പോൾ എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒറ്റ വിഷയത്തിൽ മാത്രമല്ല, പല വിഷയങ്ങളിൽ നീറിപ്പുകയുന്നു. അത് പുകഞ്ഞ് എങ്ങനെ പോകുന്നു എന്നുള്ളത് ഷാബു പ്രസാദ് വിശദീകരിച്ചത് നമ്മൾ കണ്ടല്ലോ. പക്ഷെ അതങ്ങനെ തന്നെയാണോ കാര്യങ്ങൾ? ഏറ്റവും ഒടുവിൽ NSSനോടുള്ള അദ്ദേഹത്തിന് തീർത്താൽ തീരാത്ത ഒരു വല്ലാത്ത ഒരു എന്താണത്? സുകുമാരൻ നായർ കയ്യിൽ കിട്ടിയാൽ എന്തോ അദ്ദേഹം ഇപ്പോൾ ശരിയാക്കുന്നത് പറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നിയത്. അത്രയ്ക്കൊരു പ്രതികരണമാണ് ഉണ്ടായത്. അങ്ങനെയൊക്കെ പറയാൻ മാത്രം എന്താണ് സംഭവിച്ചത്? സുകുമാരൻ നായർ വെറുതെയാണോ ഇങ്ങനൊരു നിലപാടെടുത്തത്? അല്ല, അത് ഷാബു പ്രസാദ് ഞാൻ ഇന്നലെ കുറേ വർത്തമാനം പറഞ്ഞതാണ് വേറൊരു ചാനലിൽ. അദ്ദേഹം നമ്മളൊക്കെ കൂടുതലും നമ്മൾ കൈരളി കൂടെയാണ് ഞങ്ങൾ രണ്ടുപേരും കണ്ടിട്ടുള്ളത്. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു, എൻ്റെ നിലപാട് വ്യക്തിപരമായിട്ട് ആരെയും അധിക്ഷേപിക്കരുത്. നമ്മൾ ചാനൽ ചർച്ച വരുമ്പോഴത്തേക്ക് അധിക്ഷേപം അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ രാഷ്ട്രീയം പറയുക, നമ്മൾ പറയാനുള്ളത് പറയുക. രണ്ടാമത്തെ കാര്യം,
NSS ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്കാണ് സുകുമാരൻ നായർ അദ്ദേഹത്തിൻ്റെ നിലപാട് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ നിലപാട് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഉറച്ച നിലപാടുണ്ട്, ആ ഒരു കാഴ്ചപ്പാടുണ്ട്. അതടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ചിലപ്പോൾ നാളെ അത് മാറിയേക്കാം, അത് അടുത്ത ദിവസം വേറൊന്നാവാം. അങ്ങനെ പലതവണ അദ്ദേഹം പല നിലപാടെടുത്തിട്ടുണ്ട്, രാഷ്ട്രീയ നിലപാട്. പക്ഷേ അതുകൊണ്ട് അധിക്ഷേപിക്കേണ്ട കാര്യം ഇല്ല. പിന്നീട് തറവാടി നായർ, എന്താണ് തറവാടി നായർക്കൊരു കുഴപ്പമേ? ബഹുമാനപ്പെട്ട ഷാഹു പ്രസാദ്, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. തറവാടി നായർ കുലീനരായ നായന്മാർ, ഞാൻ ഇന്നലെ അദ്ദേഹത്തോട് പറഞ്ഞു, കേട്ടോ ലാലേ, ഞങ്ങളുടെ നാട്ടിൽ ഞാൻ നായന്മാരുടെ കൂടെയാണ് ജനിച്ച് വളർന്ന് പഠിച്ച് ഇങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് വന്നത്. അവിടെ ഞങ്ങൾ നായർ സമുദായത്തിൻ്റെ മാനേജ്മെൻറ്റിലുള്ള ഒരു സ്കൂളിലാണ്, ശ്രീ വിവേകാനന്ദ ഹൈസ്കൂൾ. ആ കുടുംബത്തിൻ്റെ പേരോ വേറെ ഒന്നും ആ പേരെന്നിട്ടിട്ടില്ല. ശ്രീ വിവേകാനന്ദൻ്റെ പേരാണ് വരിക്കണാമല വൈദ്യൻ്റെ കുടുംബം ആ സ്കൂൾ സ്ഥാപിച്ചപ്പോൾ പുല്ലാട്ട് ആ സ്കൂളിൻ്റെ പേരിട്ടത്. അന്നത്തെ കാലത്ത് ഒരു 100 വർഷം മുമ്പ് അത്രയ്ക്ക് വലിയ കുലീനത്വം കാണിച്ച ഒരു നായർ സമുദായമാണ് ഞങ്ങളുടെ നാട്ടിൽ. അവരൊക്കെ എൻ്റെ കൂട്ടുകാരായിരുന്നു, എൻ്റെ കൂടെ പഠിച്ചവരാണ്, അവരുടെ കൂടെയൊക്കെയാണ് ഞാൻ വളർന്നത്. തിരുവനന്തപുരത്ത് വന്നപ്പോഴും നല്ലതുപോലെ പത്രപ്രവർത്തന രംഗത്ത്, ഞങ്ങളുടെ പത്രപ്രവർത്തന യൂണിയൻ്റെ രംഗത്ത് ധാരാളം നായന്മാർ നമ്മുടെ സുഹൃത്തുക്കളാണ്. അവരിലൊന്നും ബഹുമാനപ്പെട്ട ഷാബു പ്രസാദ് പറയുന്ന കുറ്റം ഞാൻ കാണുന്നില്ല. നേരത്തെ PK നാരായണപ്പണിക്കർ, സുകുമാരൻ നായർ, അവരിലോ ഏതെങ്കിലും നായർ സമുദായ അംഗത്തിലോ ഇങ്ങ് തിരുവനന്തപുരത്തും നാട്ടിലുമൊക്കെ എൻ്റെ കൂടെ പ്രവർത്തിച്ചവരിലോ അങ്ങനെ ഒരു കുറ്റമൊന്നും, അവരൊക്കെ കുലീനരായിട്ട് തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അവർക്കൊക്കെ ആ കുലീനത ഒരു അലങ്കാരമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവരത് ബഹുമാനം അർഹിക്കുന്നു. ആ ബഹുമാനം അതിന് നിരക്കാത്ത രീതിയിൽ വർത്തമാനം പറയുമ്പോഴത്തേക്ക് നമുക്കൊരു മനപ്രയാസം ഉണ്ടല്ലോ ലാൽ. അതാണ് ഷാഹു പ്രസാദ്. അവരൊക്കെ അന്നും അവർക്ക് തോന്നുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ അതാണ് ഈ ശരിക്കും പറഞ്ഞാൽ അങ്ങേയറ്റത്തെ സെക്കുലർ നിലപാടാണ്. സമുദായ പാർട്ടി സംഘടനയാണ്, അതേസമയം ഒരു സെക്കുലർ നിലപാടാണ് എപ്പോഴും NSS സ്വീകരിച്ചിട്ടുള്ളത്. ഇതിൽ അദ്ദേഹം കുറേ മതത്വജ്ഞരുടെ നിലപാടുകളെക്കുറിച്ചൊക്കെ പറഞ്ഞു. എനിക്കും കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാം, ഞാനും അത് പറഞ്ഞു. ഇന്നിപ്പം ഞാൻ പറയട്ടെ, നേരത്തെ RSSൻ്റെയോ BJPയുടെയോ രാഷ്ട്രീയ വഴിക്കോ സമുദായ വഴിക്കോ പോകാൻ, ഹിന്ദുത്വ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ കേരളത്തിലെ NSS തയ്യാറായിട്ടില്ല, തയ്യാറാവുന്നില്ല. അതിൻ്റെ ചുരുക്ക് എന്നൊരു വാക്കുണ്ടല്ലോ മലയാളത്തിൽ, അതിൻ്റെ ചുരുക്കാണ് ബഹുമാനപ്പെട്ട ഷാബു പ്രസാദ് ഈ വിളമ്പുന്നത്. അതിൻ്റെ അകത്ത് രാഷ്ട്രീയമായിട്ടത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. രാഷ്ട്രീയം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും BJPക്ക് ഹിന്ദുത്വ പറയുമ്പോൾ ആ ഹിന്ദുത്വ നിലപാടിനോട് യോജിക്കാത്തവരെയൊക്കെ തെറി വിളിച്ച് അഭിഷേകം ചെയ്യുക എന്ന് പറയുന്നത് തെറ്റായ നടപടിയാണ് എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാൻ. ശ്രീ ഷാബു പ്രസാദ്, ഇപ്പോഴത്തെ ഒരു പുതിയ രീതിയാണോ BJPക്ക് ഇങ്ങനെ ഈ സാമുദായിക നേതാക്കളെ, സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളി നടേശനെയൊക്കെ ഈ രീതിയിൽ പറയാം? വെള്ളാപ്പള്ളി ഇങ്ങനെ ഓപ്പണായിട്ട് പറയുന്നത് ഞാൻ കേട്ടില്ല, പക്ഷേ സുകുമാരൻ നായരെ ഇന്ന് ആക്ഷേപിച്ചതുപോലെ ചാനൽ ചർച്ചകളിൽ വന്ന് ഒക്കെ അങ്ങേപ്പോലുള്ളവർക്ക് ഇങ്ങനെയൊക്കെ പറയാം എന്നുള്ളൊരു തീരുമാനം RSS ആണെങ്കിൽ RSSന് അങ്ങനെ തോന്നുന്നത് ഇപ്പോഴത്തെ പുതിയ സംഘപരിവാറിൻ്റെ തലപ്പത്തുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ചുള്ള രീതിയാണോ? ആ ശബ്ദം ശരിയാവുന്നില്ല, ശബ്ദം ഒന്നുകൂടി. ലാലേ, ആദ്യമേ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്റെ വാക്കുകളായിട്ട് മാത്രം കണ്ടാൽ മതി. അത് ഒരു സംഘടനയും പ്രതിനിധീകരിച്ചല്ല ഞാനിവിടെ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞത് എന്റെ ബോധ്യമാണ്, എന്റെ അഭിപ്രായം മാത്രമാണ്. അതിൻ്റെ അകത്ത് RSSനെയും BJPയും വലിച്ചിഴക്കേണ്ടതില്ല. അത് ആദ്യമേ ഞാൻ പറയാം. പിന്നെ ഇവിടെ നിന്ന് ശ്രീ ജേക്കബ് ജോർജ്, കഴിഞ്ഞ ദിവസവും ഞങ്ങൾ ഇതേ വിഷയത്തിലൊന്ന് ചർച്ച ചെയ്തു. ഏറ്റുമുട്ടി. അപ്പോ അദ്ദേഹം ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരു കാര്യത്തിനെ പറ്റി കേരളത്തിൽ പ്രധാനമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിനെ പറ്റി അഭിപ്രായം പറയുമ്പോൾ, അതിനെ പ്രതികരിക്കുമ്പോൾ, അതിൻ്റെ അകത്ത് ചില സമയത്ത് ആ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അതിൻ്റെ അകത്ത് ചിലപ്പോൾ ഇത്തിരി മൂർച്ചയുണ്ടാകും. അത് വിമർശനമായിട്ട് തന്നെ കണ്ടാൽ മതി. അതിനെ വിമർശനത്തിനെ ഞങ്ങൾ അധിക്ഷേപമായിട്ട് കാണേണ്ട കാര്യമില്ല. ഇനി വേറൊന്ന്, അദ്ദേഹം ഇവിടെ പല പ്രാവശ്യം ഇവിടെ ആവർത്തിച്ചു പറഞ്ഞു, കുലീനനായ നായർ, തറവാടിയായ നായർ. സത്യത്തില് ഞാൻ പറഞ്ഞ ഈ കുലീനത, തറവാടിത്തം എന്നൊക്കെ പറയുന്നത് ഈ ഇങ്ങനെയുള്ള വാക്കുകളെ
സത്യത്തിൽ CPM-ഉം നിങ്ങളൊക്കെ ഏതർത്ഥത്തിലാണ് ഇവിടെ കണ്ടിട്ടുള്ളത്, ഉപയോഗിച്ചിട്ടുള്ളത്? അല്ല, CPIM കുലീനതയ്ക്ക് വേറെ വാക്കുകൾ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഇത്തരത്തിലുള്ള ഒരു നായർ സമുദായത്തിന്റെ കുലീനത്വവും ഇതൊന്നും ചർച്ച ചെയ്യുന്ന ഒരു വിഷയവുമല്ല നമ്മുടെ വിഷയം. എന്താണപ്പോ ഈ കുലീനത്വം എന്ന് പറയുന്നത്? തറവാടി നായർന്ന് അങ്ങ് നേരത്തെ അങ്ങ് ഉപയോഗിച്ചല്ലോ, ഉപയോഗിച്ചല്ലോ, ആഭിജാത്യമുള്ള എന്നൊരു വാക്ക് അങ്ങ് ഉപയോഗിച്ചല്ലോ. അതെ, ആ കുലീനത്വം ഈ അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ തറവാടിത്തം എന്നൊക്കെ പറയുന്ന സാധനം NSSന്റെയും അല്ലെങ്കിൽ അതിന്റെ അകത്തെ കുറച്ച് ആൾക്കാരുടെ ഒന്നും കുത്തകയില്ല. താങ്കൾ കുലീനനല്ല, താങ്കൾ ഒരു കുലീനനല്ലേ? ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ അത്രേ ഉള്ളൂ. അതിന് ഇപ്പം പക്ഷേ ഇവിടെ ഒരു വളരെ ആഭിജാത്യ മനോഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? ജാതിക്ക് ഉള്ള അഭിമാനത്തെയാണ് ഈ ആഭിജാത്യം എന്ന് പറയുന്നത്. അതായത് നാമജപ ഘോഷയാത്ര നടത്തി തുടങ്ങിയ കാലത്ത് അന്ന് നിങ്ങൾക്ക് ഇതിനകത്ത് ഈ കുലീനത്വം കണ്ടു. ഈ നാമജപ ഘോഷയാത്ര നടത്തി അവർ റോഡിൽ ഇറങ്ങിയപ്പോൾ നിങ്ങൾ ഈ കുലീനത്വം കണ്ടു. ഒറ്റ മിനിറ്റ് ശ്രീ ജേക്കബ് ജോർജ്, ഈ നാമജപ ഘോഷയാത്ര നടത്തിയ കാലത്ത് കണ്ടതൊന്നും ഇന്ന് നിങ്ങൾ കാണുന്നില്ല. അന്ന് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് നിയമം ഉണ്ടാക്കി തരാം. ലാലേ, അന്യനെ ബഹുമാനിക്കാനുള്ള കഴിവ്, ബഹുമാനപ്പെട്ട ഷാഹു പ്രസാദ്, അന്യനെ ബഹുമാനിക്കാനുള്ള കഴിവ്, അതാണ് കുലീനത. അന്യനെ ബഹുമാനിക്കാനുള്ള കഴിവ് തന്നെയാണ് കുലീനത. അത് വേണം. ജേക്കബ് ജോർജ് ഒന്നും മിണ്ടാതിരിക്കൂ ഒരു മിനിറ്റ്. അന്യനെ ബഹുമാനിക്കാനുള്ള കഴിവിനെയാണ് കുലീനത എന്ന് പറയുന്നതെങ്കിൽ അവിടെ ആ NSSന്റെ ആസ്ഥാനത്ത് തന്നെ ഒന്ന് വന്ന് കാണാനായിട്ട് അദ്ദേഹം അവിടെ ഒരു മീറ്റിംഗിലായിരുന്നു. നാണമുണ്ട് അവിടെ എനിക്കിതൊന്നും ഇഷ്ടമല്ല, ഇറങ്ങി പോടാ എന്നുള്ള രീതിയിൽ ഈ നാട്ടിൽ ആ സുരേഷ് ഗോപിയോട് പെരുമാറിയതിനെ നിങ്ങൾ കുലീനത എന്നാണോ വിശേഷിപ്പിക്കുന്നത്? അപ്പൊ നിങ്ങൾക്ക് തോന്നിയോ അതിന്റെ പേരാണ് ധാർഷ്ട്യമെന്ന്. ഞാൻ തുടക്കത്തിൽ ചോദ്യം ചോദിച്ചപ്പോൾ താങ്കൾ തുറന്നു പറഞ്ഞില്ല. ഇപ്പൊ നിങ്ങൾക്ക് തോന്നിയോ ഇറങ്ങി പോടാ എന്ന് സുകുമാരൻ നായർ എന്ന് പറഞ്ഞിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അങ്ങനെ തോന്നിയോ? താങ്കൾ അത് സമ്മതിച്ചില്ല തുടക്കത്തിൽ. മാന്യമായ രീതിയിൽ അവിടെ വന്നപ്പോൾ മാന്യമായ രീതിയിൽ അദ്ദേഹം അവിടെ മന്നത്ത് പത്മനാഭന് പുഷ്പാർച്ചന നടത്താൻ വന്നപ്പോൾ അവിടെയുള്ള ഒരാൾ പറഞ്ഞു, സാറ് മുകളിലുണ്ട്, ഒന്ന് കണ്ടിട്ട് പോകൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ ഒന്ന് കണ്ട് വിഷ് ചെയ്യാൻ ചെന്നപ്പോൾ ഏറ്റവും അപമര്യാദയായ രീതിയിൽ ഈ രീതിയിൽ പെരുമാറിയതിനെ നിങ്ങൾ കുലീനത എന്നാണ് നാട്ടിൽ എന്തെങ്കിലും സംഭവം നടക്കുമ്പോൾ ശ്രീ ഷാബു പ്രസാദ്, മാധ്യമ പ്രവർത്തകർ പോയി അത് നേതാക്കളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ ചോദ്യം ചോദിക്കുന്ന ഒരു പെൺകുട്ടിയോട് നീ അവിടെ നിൽക്ക്, നീ കൈരളിയാണെങ്കിൽ നീ മിണ്ടണ്ട എന്ന് പറയുന്നത് എന്ത് കുലീനത്വമാണ്? റിപ്പോർട്ട് ചെയ്യാൻ വന്നപ്പോൾ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത് ഈ നാട്ടിലെ മുഖ്യമന്ത്രിയാണ്. സാർ, കടക്ക് പുറത്തെന്ന് പറയുന്നത് കടക്കാൻ പാടില്ലാത്ത സ്ഥലത്തേക്ക് ആളുകൾ വരുമ്പോൾ കടക്ക് പുറത്ത് എന്നാണ് പറയുക. ഗെറ്റ് ഔട്ട് എന്നാണ് പറയുക. ഗെറ്റ് ഔട്ട് എന്നൊരു വാക്കുകൊണ്ട് ഒരു പ്രയോഗമുണ്ട്. കടക്ക് പുറത്ത് എന്ന് പറയുന്നത് കടക്കാൻ പാടില്ലാത്ത സ്ഥലത്തേക്ക് ആളുകൾ വരുമ്പോൾ കടക്ക് പുറത്ത് എന്നാണ് പറയുക. അല്ലാതെ നീ ഇറങ്ങടാ പുറത്തെന്നല്ല പറഞ്ഞത്. നീ ഇറങ്ങടാ പുറത്തെന്നല്ല പറഞ്ഞത്. മനസ്സിലാക്കാതെ ഒരു മരണ വീട്ടിൽ വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന ഒരു മരണ വീട്ടിൽ ചെന്ന് നിന്ന് സാഹചര്യം മനസ്സിലാക്കാതെ തോന്നിവാസം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കേണ്ടി വരും. ഷാബു പ്രസാദ്, അങ്ങ് പറഞ്ഞത് ഞാൻ ഒരൊറ്റ മറുപടി ഞാൻ ജേക്കബ് ജോർജിന് അവസരം കൊടുക്കുകയാണ്. ഞാൻ മറുപടി പറയാത്തത് ജേക്കബ് ജോർജിന് അവസരം അല്ല. ജേക്കബ് ജോർജ് പറയട്ടെ, അങ്ങയുടെ സഹപാനലിസ്റ്റല്ലേ, പറയട്ടെ. അങ്ങ് 8 മണി തൊട്ട് ഇറങ്ങി പോകുന്നതാണ് പറയുന്നത്. ദയവായി എനിക്കറിയാം ഇന്നത്തെ ചർച്ചയുടെ പ്രാധാന്യം ആഭിജാത്യം എന്നൊക്കെ പറഞ്ഞോണ്ട് ഈ ആൾക്കാരെ വരട്ടാൻ വന്നു കഴിഞ്ഞാല് പോയി പണി നോക്കാനേ പറയുള്ളൂ. അതിന് സുകുമാരൻ നായരായാലും ശരി, നാരായണ പണിക്കരായാലും ശരി, ഇനി ഏത് NSSന്റെ ഏത് പൊങ്കാലായാലും ശരി. പക്ഷേ ഷാബു പ്രസാദ്, താങ്കൾ ഈ പറയുന്നത് പോലെ അല്ല. പോയി പണി നോക്കാൻ ഇന്ന് പറഞ്ഞത് സുകുമാരൻ നായരാണ്, നിങ്ങളല്ല. രാജീവ് ചന്ദ്രശേഖർ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. പോയി പണി നോക്കടാ എന്ന് താങ്കൾക്ക് തോന്നിയില്ലേ? അത് പറഞ്ഞത് സുകുമാരൻ നായരാണ്. ഞാൻ പറഞ്ഞത് എന്റെ അഭിപ്രായമാണ്.
എനിക്ക് പറയാൻ പറ്റും. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ രാജീവ് ചന്ദ്രശേഖരനും BJP-ക്കും ഒരു സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് അവരുടേതായ പല പരിമിതികളും ഉണ്ടാകും. ആ പരിമിതിയാണ് നമ്മൾ ഇന്ന് അന്വേഷിച്ചത്. താങ്കൾ ഇപ്പോൾ ഷാബു പ്രസാദിലേക്ക് അത് കൊണ്ടുവന്നു. ഞാൻ രാജീവ് ചന്ദ്രശേഖരന്റെ പരിമിതി എന്താണെന്നാണ് അന്വേഷിച്ചത്. BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പരിമിതി എന്താണെന്നാണ് അന്വേഷിച്ചത്. NSSനെയും SNDP-യെയും 2021 നിങ്ങൾക്ക് കൂടെ നിർത്തി അവരെ പറഞ്ഞു പറ്റിച്ച് വോട്ട് പിടിക്കാൻ പറ്റി. പക്ഷേ ഇപ്പോൾ ഇന്ന് അവരെ വേണ്ട, അവരെ വെറുക്കപ്പെടുന്നവരാക്കി മാറ്റി അവരെ വഞ്ചിച്ചു എന്ന് അവർ പറഞ്ഞപ്പോൾ തിരിച്ചു നിങ്ങൾ അവരെ തെറി വിളിക്കുന്നു. അതാണ് മനസ്സിലായ പരിമിതി എന്താണ്? ജേക്കബ് ജോർജ് ഇവിടെ നിങ്ങൾ ക്ഷണിച്ച പ്രകാരം ഞാൻ ഇവിടെ വന്നിരുന്ന് എന്റെ സ്വന്തം രാഷ്ട്രീയ അഭിപ്രായവും രാഷ്ട്രീയ നിലപാടുമാണ് ഞാൻ പറഞ്ഞത്. പറയണം. അത് BJP-യുടെയും RSSന്റെയും അല്ല. അങ്ങേ ഞാൻ ക്ഷണിച്ചത് BJP-യുടെ ഭാഗത്ത് വലത് സഹയാത്രികൻ എന്നുള്ള നിലയ്ക്കാണെന്നുള്ളത് അങ്ങേക്കും അറിയാം. അത്രേ ഉള്ളൂ. ഒറ്റ മിനിറ്റ് നമ്മൾ തമ്മിൽ പറയാതിരിക്കൂ, നമ്മൾ തമ്മിൽ തർക്കിക്കാതിരിക്കൂ. കാരണം കൊണ്ടായാലും ശരി, ഞാൻ പറയുന്നത് എന്റെ മാത്രം അഭിപ്രായം. ശരി. ജേക്കബ് ജോർജ് ഒരു മിനിറ്റ്, എനിക്ക് ഒറ്റ മിനിറ്റ് കേൾക്കൂ. അന്ന് സുകുമാരൻ നായർ സുരേഷ് ഗോപിയെ അധിക്ഷേപിച്ചപ്പോൾ അന്ന് വൈകുന്നേരം ചർച്ചയുണ്ടായിരുന്നു മാതൃഭൂമി ചാനലിൽ. അന്ന് വേണുവായിരുന്നു തോന്നുന്നു. ഞാൻ മാതൃഭൂമിയുടെ ഡെസ്കിലിരുന്ന് ഞാൻ പറഞ്ഞു, ഞാൻ സുരേഷ് ഗോപിയോടൊപ്പമാണ് നിന്നത്. അങ്ങനെ ഒരാൾ ചെല്ലുമ്പോൾ അധിക്ഷേപിക്കരുത്, അത് ശരിയല്ല എന്ന് അല്ല, അത് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. അത് നായർ സമുദായത്തിന്റെ ഞാൻ കണ്ടിട്ടുള്ള നായന്മാരുടെ പറയട്ടെ ജേക്കബ് ജോർജ് പറയട്ടെ. ഒരല്പം അങ്ങനൊരല്പം കുലീനനാണല്ലോ, ഒരു കുലീനനാണല്ലോ അങ്ങ്. ദയവായി പക്ഷേ അദ്ദേഹത്തിന്റെ പിന്നിൽ പറഞ്ഞതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം കൂടി നോക്കണം. അദ്ദേഹം പറഞ്ഞത് ഒരു BJP-ക്കാരൻ ഞാനിവിടെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഈ NSSൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ മണ്ണിൽ വരണ്ട എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അത് PK നാരായണപ്പണിക്കർ പണ്ട് AB വാജ്പേയി കുമരകം കോട്ടയത്ത് കുമരകം ഗസ്റ്റ് ഹൗസിൽ വന്നപ്പോൾ അതേ നിലപാട് സ്വീകരിച്ചു. നമ്മൾ ഇന്നലെ അത് ചർച്ച ചെയ്തതാണ്. AB വാജ്പേയി ഇന്ത്യയുടെ BJP പ്രധാനമന്ത്രി പലതവണ ദൂതന്മാരെ അയച്ച് ക്ഷണിച്ചിട്ടും PK നാരായണപ്പണിക്കർ BJP-യുടെ ദേശീയ അധ്യക്ഷനെ, ദേശീയ നേതാവിനെ, BJP-യുടെ പ്രധാനമന്ത്രിയെ കാണാൻ കൂട്ടാക്കിയില്ല. അത് വലിയ സംഭവമാണ്. ആ നിലപാടിൻ്റെ കരുത്താണത് കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിലപാട് ഒരു നായർ സമുദായ നേതാവിൻ്റെ ആദർശ ധീരതയാണത് കാണിക്കുന്നത്. അതിനെ ഞാൻ മാനിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഷാബു പ്രസാദ്. ജേക്കബ് ജോർജ് ഒരൊറ്റ മിനിറ്റ്. ഷാബു പ്രസാദ് ഇരിക്കുമ്പോൾ കേൾക്കേണ്ടതാണ്. ജേക്കബ് ജോർജ് ഒറ്റ മിനിറ്റ്. ഈ പറഞ്ഞ കാര്യത്തിൽ ഒരുപക്ഷെ സുകുമാരൻ നായർ ഒരു പരിധി വരെ മുന്നോട്ട് കാര്യങ്ങളെ കൂടുതൽ മനസ്സിലാക്കി. ശ്രീ ഷാബു പ്രസാദ് ഒന്ന് കേൾക്കൂ ശ്രീ ഷാബു പ്രസാദ്, ദയവായി കേൾക്കൂ. ശ്രീ ജേക്കബ് ജോർജ്, NSSന്റെ നേതാവ് ശ്രീ സുകുമാരൻ നായർ ഈ കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി ഇത്തരം ഒരു സന്ദർഭം ഉണ്ടാകുന്ന ഘട്ടം മനസ്സിലാക്കി RSSലേക്കോ അതല്ലെങ്കിൽ സംഘപരിവാറിന്റെ കയ്യിലേക്കോ ഇത്തരം ഒരു രാഷ്ട്രീയ അവസ്ഥ, ശബരിമലയുടെ പേരിലുണ്ടായിരുന്ന ഒരു അവസ്ഥയെ കൊണ്ടുവന്ന് കെട്ടിക്കൊടുക്കാൻ ഒരുപക്ഷെ തയ്യാറായില്ല. അദ്ദേഹത്തിന്റെ ഒരു തരത്തിൽ അന്ന് മുതൽ ഇടപെടലാണ് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. ഉപയോഗിച്ച തറവാടി നായർ എന്ന പദപ്രയോഗം അതിൻ്റെ അർത്ഥം ഇതൊക്കെയാണ്. ആ നിലപാട് ഞാൻ വിവക്ഷിക്കുന്ന അർത്ഥം ഇതാണ്. ഞാൻ അങ്ങനെ ഒരു നിലപാട് എടുത്തിട്ടുണ്ടോ എന്ന് സുരേഷ് അങ്ങയുടെ MP അങ്ങയുടെ MP സുരേഷ് ഗോപിയോട് അന്ന് അദ്ദേഹം ഇപ്പോഴും എന്നെ കാണുമ്പോൾ പറയും. 6 മാസം മുമ്പ് BJP നേതാവായിരുന്ന ഗോവ ഗവർണറായിരുന്ന PS ശ്രീധരൻപിള്ളയുടെ പുസ്തകം പ്രകാശനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതിന്റെയൊക്കെ പേരാ മാന്യതാന്ന്. ഞാൻ അക്കാര്യത്തിലൊക്കെ CPM-നെ അംഗീകരിക്കുന്നുണ്ട്. O രാജഗോപാൽ BJP നേതാവായിരുന്ന O രാജഗോപാലിനെ AKG സെന്റർ സന്ദർശിക്കാൻ ചെന്നപ്പോൾ അന്തസ്സായിട്ട് അവർ സ്വീകരിച്ചിട്ടുണ്ട്.
ഇതിന്റെയൊക്കെ അല്ലാതെ ഞങ്ങൾ ഒരു BJP-ക്കാരൻ ഇങ്ങോട്ട് കയറണ്ട എന്ന് അവർ പറഞ്ഞിട്ടില്ല, തിരിച്ചും ചെയ്യില്ല. ഇതിന്റെയൊക്കെ പേരാണ് ഈ നാട്ടിൽ മാന്യത എന്ന്. അല്ലാതെ ഒരു ഓഫീസിൽ വന്നപ്പോൾ ഒരു BJP-ക്കാരൻ എന്റെ കോമ്പൗണ്ടിൽ കയറിപ്പോകരുത്, അതുകൊണ്ട് ഞാൻ ആട്ടിയിറക്കി വിട്ടു എന്ന് പറയുന്നത് ആശയദാർഢ്യമാണ്, വിശ്വാസദാർഢ്യമാണ്, തറവാട്. അല്ല അങ്ങനെ ഒരുപക്ഷെ സുകുമാരൻ നായരെ പോലുള്ള ആളുകളെയും ഈ സാമുദായിക സംഘടനാ നേതാക്കളെയും ഒന്നും നമുക്ക് രാഷ്ട്രീയക്കാരായി കാണാൻ പറ്റില്ല. രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ എടുക്കുന്നത് പോലെയുള്ള ഒരുപക്ഷെ ഒരു സ്ട്രക്ചേർഡായ ഒരു ശീലം അവർക്കുണ്ടാകില്ല. അവർ അവരുടേതായ പ്രശ്നങ്ങൾക്കനുസരിച്ച് അവർ ചിലപ്പോൾ പെരുമാറിയിട്ടുണ്ടാകാം. അത് മനസ്സിലാക്കാൻ അന്ന് സുരേഷ് ഗോപിക്കായിട്ടുണ്ട്. സുരേഷ് ഗോപിക്ക് അന്ന് അത് മനസ്സിലായിട്ടുണ്ട്. അതിന് പിന്നീട് അദ്ദേഹം അതനുസരിച്ച് പെരുമാറിയിട്ടുണ്ട്. ഇപ്പൊ അതൊക്കെ ഓർത്തു വെച്ച് അദ്ദേഹത്തെ തെറി വിളിക്കരുത് ദയവായി. ഈ നാട്ടിൽ നടന്ന കാര്യങ്ങൾ ശരി. ഇപ്പോഴാണ് നിങ്ങൾക്ക് സുകുമാരൻ നായർ എന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്കത് ഓർമ്മ വന്നത്. സുകുമാരൻ നായർ അത് പറഞ്ഞപ്പോഴാണ്, നിങ്ങൾ അങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് പഴയതൊക്കെ ഓർമ്മ വന്നത്. ശ്രീ SK സജീഷ്, ഈ നാട്ടിൽ ഇപ്പോ BJP-യുടെ കാര്യം മാത്രമല്ല, ഈ സന്ദർഭവുമായി ബന്ധപ്പെട്ട് SK സജീഷ്, എനിക്ക് BJP-യുടെ കാര്യം മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി പ്രധാനപ്പെട്ട ഒരു പ്രതിപക്ഷ പാർട്ടിയാണ്. കോൺഗ്രസും BJP-യും ഒക്കെ ഈ കാര്യത്തിൽ പൊതുസമൂഹത്തിൻ്റെ സമുദായങ്ങളുടെ നേതാക്കൾക്ക് ഉൾപ്പെടെ ഇപ്പോൾ അഭികാമ്യമല്ല, അവർക്ക് പ്രാപ്യം ആകുന്ന അവസ്ഥയിലേക്ക് നിന്നു കൊടുക്കുന്നില്ല ആ നേതാക്കളൊന്നും തന്നെ. അതുകൊണ്ട് ഈ സാഹചര്യത്തെ എങ്ങനെയാണ് വിലയിരുത്തുക? BJP-ക്ക് മാത്രമല്ല ഈ പ്രശ്നമുള്ളത്, കോൺഗ്രസ് പാർട്ടിക്കില്ല. കോൺഗ്രസ് പാർട്ടിയുടെ ഈ NSS-നോടുള്ള അല്ലെങ്കിൽ NSS-ന് കോൺഗ്രസ് പാർട്ടിയോടുള്ള പ്രശ്നത്തെ മാറ്റാൻ മുസ്ലിം ലീഗ് ഇടപെടാമെന്ന് ഇന്ന് പറഞ്ഞ ദിവസമാണ്. എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്, കാണുന്നത്? അവിടെയാണ് ഒരുപക്ഷെ രാഷ്ട്രീയമായി വ്യത്യസ്ത തലത്തിൽ നിൽക്കുന്ന CPM നേതൃത്വം കൊടുക്കുന്ന സർക്കാരിനെ ഇവിടെ പൊതുസമൂഹം അവർ വിശ്വസിക്കുന്നത്. ഏതായാലും ഡോക്ടർ ലാൽ, ഞാൻ താങ്കളെ ഈ ചർച്ചയിലൊന്ന് അഭിനന്ദിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം ആദ്യം തൻ്റെ ഒരു വേർഷൻ മാത്രം പറഞ്ഞ് ഇവിടുന്ന് ഓടാൻ തുടങ്ങിയ ശ്രീ ഷാബു പ്രസാദിനെ ഏതാണ്ട് 3/4 മണിക്കൂർ നേരം ഈ കാര്യങ്ങളൊന്ന് കേൾപ്പിക്കാൻ അവസരമുണ്ടാക്കിയ താങ്കളോട്, താങ്കളുടെ ആ വിരുദിന് ഞാൻ അഭിവാദ്യം അർപ്പിക്കുകയാണ്. അദ്ദേഹം ഇനി ഉണ്ടോ തുടരുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ സാമർത്ഥ്യം പ്രത്യേകം ഞാൻ ഈ ചർച്ചയിൽ പരാമർശിക്കുകയാണ്. ഞാൻ അത് വെറുതെ ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അദ്ദേഹം ഉദ്ദേശിച്ചത്, അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്താണ്, അദ്ദേഹം സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കുന്നയാളല്ല. ഇവിടെ അദ്ദേഹത്തിന് ഉത്തരം മുട്ടുമ്പോഴെല്ലാം അദ്ദേഹം പറഞ്ഞതെന്താണ്, എൻ്റെ വ്യക്തിപരമായ നിലപാടാണ്, ഇത് BJP-യുടെ നിലപാടല്ല, RSS-ൻ്റെ നിലപാടല്ല. എന്നാൽ ഷാബു പ്രസാദ് എന്ന് പറയുന്ന ആ വ്യക്തി, അദ്ദേഹം ഈ ചർച്ചയിൽ തുടരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അദ്ദേഹം ഈ ചർച്ച വീണ്ടും കാണാനിടയാകും. അതുകൊണ്ട് അദ്ദേഹം ഇത് കേൾക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അദ്ദേഹം കേരളത്തിൽ നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ശാസ്ത്രീയ കാര്യങ്ങളെ ഉൾപ്പെടെ അദ്ദേഹം ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് എന്ന രീതിയിൽ അവതരിപ്പിക്കുകയും ശാസ്ത്രത്തെ അവതരിപ്പിക്കുകയും, എന്നാൽ അതിനിടയിലൂടെ സംഘപരിവാര രാഷ്ട്രീയവും പറയുക, ഒരു മുഖംമൂടി കൃത്യമായി നിർണയിച്ച് ആ മുഖംമൂടിക്ക് പിന്നിൽ നിന്നുകൊണ്ട് സംഘപരിവാരത്തിൻ്റെ RSS-ൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിലെ നമ്പർ 1 രാഷ്ട്രീയ പ്രചാരകനാണ് ഷാബു പ്രസാദ് എന്ന് നമ്മൾ ഒരിക്കലും കുറച്ച് കാണാൻ വേണ്ടി പാടില്ല. ആ മെയ്വഴക്കം ഈ ചർച്ചയിൽ പ്രയോഗിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യവും, അദ്ദേഹം NSS-നെ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, RSS-ന് ജാതിയില്ല, RSS-ന് വേർതിരിവുകളില്ല. ഈ രാജ്യത്ത് വേർതിരിവുകൾ ഏറ്റവും ശക്തമായി മുന്നോട്ട് വെക്കുന്ന, സ്വാതന്ത്ര്യ സമരത്തിൽ പോലും പങ്കെടുക്കാതിരുന്നത് ആ വേർതിരിവിൻ്റെ ഉള്ളുള്ളത് കൊണ്ടാണ് എന്ന് നമുക്കറിയാം. ആ RSS ഇന്ത്യയുടെ ഭരണഘടനയെ അംഗീകരിക്കുന്നില്ല. ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയിൽ ചർച്ച ചെയ്ത് ഭരണഘടന തയ്യാറാക്കപ്പെട്ടപ്പോൾ RSS-ൻ്റെ നിലപാടെന്താണ്? RSS-ൻ്റെ നിലപാട് പറയുന്നത് ഓർഗനൈസറിലൂടെയാണ്. മുഖപത്രം, ആ ഓർഗനൈസറിൽ RSS പറഞ്ഞു, ഇത് ഞങ്ങൾ അംഗീകരിക്കില്ല. എന്തുകൊണ്ടാണ്? മനുസ്മൃതിയുടെ സത്തയില്ല. എന്താ മനുസ്മൃതിയുടെ സത്ത? ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന് പറഞ്ഞ് വർണ്ണാശ്രമത്തിൽ മനുഷ്യനെ വേർതിരിക്കുകയും ചണ്ടാളന്മാരായി മനുഷ്യരായി കാണാതിരിക്കുകയും ചെയ്യുന്ന, അടിമകളായി മാത്രം കാണുന്ന ആ മനുസ്മൃതിയുടെ സത്തയില്ലാത്തത് കൊണ്ട് ഭരണഘടന അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ RSS-ൻ്റെ രാഷ്ട്രസങ്കല്പം തന്നെ സവർണ രാഷ്ട്രസങ്കല്പമാണ് എന്ന് നമുക്കറിയാം. അതിനെപ്പോലും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ 4 ആൾ കേൾക്കട്ടെ,
തെറ്റിദ്ധരിക്കട്ടെ എന്ന് കരുതി ഇവിടെ അവതരിപ്പിക്കുന്ന മെയ് വഴക്കമാണ് ശ്രീ സാബു പ്രസാദ് കാണിച്ചത്. ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രയോഗിക്കേണ്ടി വരുന്നത്? എല്ലാ തന്ത്രങ്ങളും പാളിയിരിക്കുകയാണ്. അതിൽ ഈ സുവർണാവസര തന്ത്രം, ആ തന്ത്രം പാളി. ശബരിമലയുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം RSS ആണ്. അവരാണ് കേസ് നൽകിയത്, അവരാണത് താല്പര്യം പ്രകടിപ്പിച്ചത്, അവരാണ് നടപ്പിലാക്കണമെന്ന് പറഞ്ഞത് എന്നെല്ലാം എല്ലാവർക്കും വ്യക്തമായി. ഇത് മാറിയ കാലമാണ്, കാര്യങ്ങൾ അറിയാൻ കഴിയുന്ന ഒരു കാലമാണ്. അവിടെ NSSഉം SNDPയും ഭക്തരും എല്ലാം വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചപ്പോൾ അവിടെ പാളിപ്പോയി. BJPക്ക് അവരുടെ രാഷ്ട്രീയം അവിടെ പാളി. രണ്ടാമത്തെ പാളിച്ച എവിടെയാണ് വന്നത്? മറ്റൊരു പാളിച്ച തൊട്ടു മുമ്പാണ്. ആ പാളിച്ച എന്ന് പറയുന്നത് കേരളത്തിലുള്ള ക്രിസ്ത്യൻ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാം എന്ന് കരുതി സ്വർണ്ണ കിരീടവുമായി ഒക്കെ പോയി, സ്വർണം പൂശിയ കിരീടവുമായി പോയി. അതൊക്കെയായി ചില തെറ്റിദ്ധരിപ്പിക്കലും, ചില സ്ഥലത്ത് ഭീഷണിപ്പെടുത്തൽ, ചില സ്ഥലത്ത് ചേർത്ത് പിടിക്കൽ, ഇതെല്ലാമായി ചില വാഗ്ദാനങ്ങൾ എല്ലാം നൽകിക്കൊണ്ട് അവരെ തങ്ങളുടെ കൂടെ നിർത്താം എന്ന് കരുതി അതിനനുസൃതമായി സംഘടന പോലും രൂപീകരിച്ചു. എന്നതിന് ശേഷം ഉണ്ടായതെന്താണ്? കേരളത്തിൽ നിന്നുള്ള കന്യാസ്ത്രീകൾ പോലും ഉത്തരേന്ത്യയിൽ ആക്രമിക്കപ്പെട്ടു. മതപരിവർത്തന നിയമം എന്ന് പറഞ്ഞ് കയ്യിൽ ബൈബിൾ സൂക്ഷിച്ചാൽ, അതുപോലെ തന്നെ അതിന് അറസ്റ്റ് ചെയ്യപ്പെട്ട സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം വരികയാണ്. ജയിലിൽ കടന്ന് ഒരു കീഴ്ക്കോടതിയിൽ നിന്ന് അത്ഭുതത്തോടെ ജഡ്ജി ചോദിച്ചു എന്തിന് എന്ന്. ബൈബിൾ സൂക്ഷിച്ചതിന് കേസെടുക്കുന്ന നിലയിലേക്ക് വന്നു. മാത്രവുമല്ല, ഈ മതപരിവർത്തന നിയമത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ സംഘപരിവാരം BJP നടപ്പിലാക്കുന്ന മതപരിവർത്തന നിയമത്തിൻ്റെ ഭാഗമായി മറ്റു മതത്തിൽപ്പെട്ടയാൾക്ക് ഒരു ആശംസാ സന്ദേശം അയച്ചാൽ മതി, ഹാപ്പി ക്രിസ്മസ്, ഈദ് മുബാറക് എന്നൊക്കെ അയച്ചു പോയാൽ അത് മതത്തിലേക്ക് മാറ്റാനുള്ള പരിശ്രമമാണ് എന്ന് പറഞ്ഞ് കേസെടുക്കാവുന്ന നിലയിലേക്ക് മാറി. അവിടെ എല്ലാവരും ഇവരുടെ ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവിടെയും പാളി. എല്ലാ നിലയിലും ഒറ്റപ്പെട്ടിരിക്കുന്നു. പിന്നെ വേണ്ടത് കൂടെയുള്ള ആളുകളെ ചേർത്ത് നിൽക്കാനുള്ള ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ തലപ്പത്ത് ഇന്ത്യയിലെ ഒരു വ്യവസായി വന്ന് BJPയെ മൊത്തത്തിൽ വിലക്ക് വാങ്ങിയിരിക്കുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അതിൽ BJPയുടെ ഏറ്റവും താഴെ തട്ട് മുതൽ ഏറ്റവും ഉയർന്ന തട്ടിൽ വരെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും പ്രതിഷേധത്തിലാണ്. 4 കാശിന് കേരളത്തിലെ BJPയെ ഏഷ്യാനെറ്റ് ചാനൽ വാങ്ങിയതുപോലെ തന്നെ ഒരു മുതലാളി വാങ്ങിയതിന് BJPയിലെ സാധാരണ പ്രവർത്തകർ എന്തെല്ലാമോ തെറ്റിദ്ധാരണയിൽ BJPയായി വിശ്വസിച്ച് നിൽക്കുന്ന ആളുകളെല്ലാം കേരളത്തിനെതിരാണ് എന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അപ്പുറത്താണെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, അദ്ദേഹത്തെക്കുറിച്ചും ഞാനൊന്നും പറയുന്നില്ല. അദ്ദേഹം പറ്റുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമകളെങ്കിലും കാണാൻ തയ്യാറാകണം. അദ്ദേഹം ഗുരു സിനിമ ഒന്ന് സുരേഷ് ഗോപി കണ്ടിരുന്നെങ്കിൽ കുറച്ച് രക്ഷപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു. ഇപ്പോൾ ആ അന്ധരാജാവിൻ്റെ അതേ അവസ്ഥയിലാണ് കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് ഇവിടെ നാം കാണേണ്ടത് ഇങ്ങനെ എല്ലാ നിലയിലും തങ്ങളുടെ പിടിവള്ളി പോയിരിക്കുന്നു എന്നുള്ളതാണ് BJPയുടെ പ്രശ്നം. ഇത് BJPയുടെ മാത്രം പ്രശ്നമായി ഞാനൊട്ട് കരുതുന്നുമില്ല. കാരണം ഇത് കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ആകെ പ്രശ്നമാണ്. ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുത്തത് BJP ആയതുകൊണ്ട് ഞാൻ ഈ വശം പറഞ്ഞു എന്ന് മാത്രം. അപ്പുറത്ത് ഇതിലും ദയനീയമായ അവസ്ഥയിൽ കോൺഗ്രസ് നിൽക്കുകയാണ്. 5 പേരാണ് 10 വർഷത്തിനിടയിൽ ഒരു ജില്ലയിൽ മാത്രം കോൺഗ്രസ് കാരണം ആത്മഹത്യ ചെയ്തത്. അതിലൊരാൾ മകനെ കൊന്നുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടിലേക്ക് വന്നു. അത് നമ്മൾ കണ്ടതാണ്. പല നിലയിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അതോടൊപ്പം ഇവരുടെ സംഘടനയാകെ പ്രശ്നത്തിലേക്ക് മാറിയത് എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തോടൊപ്പം എല്ലാവരും ചേരാനിടയാകുന്നത്? ഇവിടെ വികസന കാര്യങ്ങൾ കൃത്യമായി മുന്നോട്ട് പോകുന്നു. ഈ നാട്ടിലെ ജാതി മത വേർതിരിവുകളൊന്നുമില്ലാതെ ജനങ്ങളുടെ ക്ഷേമകാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം കരുതലോടെ ഒരു ഗവൺമെൻറ് ഒരു ജനതയാകെ ചേർത്ത് പിടിക്കുന്നു. ഇതെല്ലാവരും കാണുന്നതല്ലേ? അവരുടെ ജീവിത സാക്ഷ്യമല്ലേ? താരതമ്യം ചെയ്യാൻ വേണ്ടി കഴിയുമല്ലോ. കേന്ദ്ര ഗവൺമെൻറ് സമീപനം എന്ത് താരതമ്യം ചെയ്യാമല്ലോ. മുൻ UDF ഗവൺമെൻറ് സമീപനം എന്ത് താരതമ്യം ചെയ്യാമല്ലോ. ഇന്ത്യയിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടിണിയുള്ള രാജ്യമാണെന്ന് ഐക്യരാഷ്ട്രസഭ പറയുമ്പോൾ ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പറയുകയാണ് ഞങ്ങളുടെ കേരള പിറവി നവംബർ 1-ാം തീയതി അതിദരിദ്രരാരുമില്ലാത്ത സംസ്ഥാനമായി ഈ കേരളം മാറുമെന്ന് ആർക്ക് പറയാൻ പറ്റും? ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിക്ക് പറയാൻ വേണ്ടി പറ്റുമോ? ഇനി ഈ BJP ഒരു 1000 വർഷം ഇന്ത്യ ഭരിച്ചാൽ അതിദരിദ്രരില്ലാത്ത രാജ്യമായി ഇന്ത്യയെ മാറ്റാൻ വേണ്ടി കഴിയുമോ? അതിന് ഒരു ഇച്ഛാശക്തി വേണം. പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കാൻ, അവൻ വീണ്ടും ജീവിതത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണുപോകാതിരിക്കാൻ, ജീവിത സൗഭാഗ്യത്തിലേക്ക് എല്ലാവരെയും ഒരേ കണ്ണോടുകൂടി ഉയർത്തിയെടുക്കാനും ഒരു നാടിനെ ലോകവീക്ഷണത്തോടു കൂടി നയിക്കാനും കഴിയണം. അതാണ് നവകേരളം ലക്ഷ്യം വെച്ച് ഇടതുപക്ഷം ഒരു 3-ാം ഗവൺമെൻറ്റിലേക്ക് പോകുന്നത്. ആ 3-ാം ഗവൺമെൻറ് എന്ന് പറയുന്നത് നവകേരളമാണ് ലക്ഷ്യം. ആ നവകേരളം ലോകത്തുള്ള വികസിതമായ
ജീവിത സാഹചര്യത്തിലേക്ക് കേരളത്തിലെ ഓരോ മലയാളികളെയും ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. അവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ സംഘടനകളുടെയോ വ്യത്യാസമില്ല. അതുകൊണ്ട് എല്ലാ സംഘടനകൾ, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർ, സാധാരണ മനുഷ്യർ, എല്ലാ താല്പര്യവുമുള്ളവർ അവരെല്ലാം ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുമ്പോൾ വലതുപക്ഷം ആകെ ശിഥിലമാകുന്നു. അവർ വല്ലാതെ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നു. ഇതാണിപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നീറിപ്പുകഞ്ഞ BJP നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ കോൺഗ്രസ് പാർട്ടി പ്രധാന പ്രതിപക്ഷം എങ്ങനെയാണ് ഈ കാര്യങ്ങളിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് എന്നുകൂടി നമ്മൾ പറയേണ്ടി വന്നിരിക്കുന്നു. അത് സമുദായ സംഘടനകൾ കോൺഗ്രസിലും വിശ്വാസമില്ല, അവർ കള്ളക്കളിയാണ് നടത്തുന്നത് എന്ന് പറയുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ജേക്കബ് ജോർജ്, ഈ ആഭ്യന്തര ഗുരുതരാവസ്ഥയിൽ BJP മാത്രമല്ല കോൺഗ്രസും നീറിപ്പുകയുമ്പോൾ അവിടെ മുസ്ലിം ലീഗ് ഇടപെട്ട് ശരിയാക്കുന്നതാണ് NSSൻ്റെ കാര്യത്തിലൊക്കെ പറയുന്നത്. എന്താണ് അതിനോട് പ്രതികരണം? മുസ്ലിം ലീഗിൻ്റെ വലിയ പ്രശ്നം 2 തവണയായിട്ട് 2 ടേം അധികാരമില്ലാതെ നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ അധികാരത്തിൻ്റെ ശീതള ചായയില്ലാതെ പൊരി വെയിലത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും ഐക്യജനാധിപത്യ മുന്നണിയും അതിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. 3ാം തവണ വീണ്ടും പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവും എന്നുള്ള സംസാരം എന്നുള്ള രീതിയിലുള്ള ഏതെങ്കിലും രാഷ്ട്രീയ നീക്കം അവരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്. കാരണം അധികാരമൊന്നും ഇല്ലാതെ മുസ്ലിം ലീഗിന് അധികകാലം കഴിയാൻ പാടില്ല. അതാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു രാഷ്ട്രീയം, മുസ്ലിം ലീഗിൻ്റെ ഒരു അവസ്ഥ ഏതാണ്. അതുകൊണ്ടാണ് സാക്ഷാൽ സാദിഖലിതങ്ങൾ അതിൻ്റെ നേതാവ് തന്നെ മുന്നോട്ട് വന്ന് ഒരു നിർദ്ദേശം വെക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിനെ എങ്ങനെ UDF നേതൃത്വം കാണും എന്നുള്ളത് കണക്കാക്കണം. കാരണം ലീഗിന് അടുത്ത ഗവൺമെൻറ് കിട്ടിയാലേ പറ്റൂ, കോൺഗ്രസിനും അങ്ങനെ തന്നെയാണ്. അടുത്ത ഗവൺമെൻറ് കോൺഗ്രസിനും കിട്ടിയാലേ പറ്റൂ. അതിനകത്ത് ഒരു ഒത്തുതീർപ്പില്ല, വേറൊരു ചിന്തയ്ക്ക് വഴിയില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ശബരിമല വിഷയം. അതിനെ തുടർന്ന് NSSും SNDPയും എടുത്തിരിക്കുന്ന തീരുമാനം കേരളത്തിലെ 2 പ്രധാനപ്പെട്ട ജാതി സംഘടനകളാണ്. ഒന്ന് SNDP, ഒന്ന് NSS. നമുക്കൊക്കെ അറിയാം, നല്ലൊരു വിഭാഗം, ഏതാണ്ട് 4500-5000 വരുന്ന യൂണിറ്റുകളിൽ ഒരു 2230 BJPയുടെ RSSൻ്റെ നിയന്ത്രണത്തിലാണ് കരയോഗങ്ങൾ. അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് അങ്ങനെ പറയാം. പക്ഷേ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ നിലപാട് കേരള സമൂഹത്തിലുണ്ടാക്കുന്ന ഒരു പ്രതിച്ഛായയുണ്ട്, ഒരു ഇമേജുണ്ട്. എന്ന് വെച്ചാൽ ഇതുവരെയും നടന്ന ചില സംസാരങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് പിണറായി വിജയൻ വീണ്ടും 3ാമത് മുഖ്യമന്ത്രിയാവും, അതിനെ ആക്കം കൂട്ടുന്ന ഒരു ചിന്ത കേരള സമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് സുകുമാരൻ നായർ, അറിഞ്ഞോ അറിയാതെയോ. അതാണ് അതിൻ്റെ രാഷ്ട്രീയ ഫലം. അത് കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രതിച്ഛായയുടെ ഔന്നത്യം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതാണ് സുകുമാരൻ നായരുടെ രാഷ്ട്രീയം. രണ്ടാമതൊരു കാര്യം കൂടിയുള്ളത്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നോക്കുകയാണെങ്കിൽ 500 മുതൽ 5000 വോട്ട് വരെ വ്യത്യാസത്തിന് വിജയിക്കാവുന്ന സീറ്റുകളുടെ എണ്ണം ഒരു 10-20-25 എണ്ണമെങ്കിലും വരും. ഒരു 20 എണ്ണമെങ്കിലും നമുക്ക് കൂട്ടാം. NSSൻ്റെ നായർ സമുദായ അംഗങ്ങളുടെ ചെറിയൊരു ചലനം കൊണ്ട്, അതുപോലെ കേരള സമൂഹത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ചെറിയൊരു ചലനം, ആ ചലനം വളരെ നിർണായകമായൊരു മാറ്റം തിരഞ്ഞെടുപ്പിലുണ്ടാക്കും. അതാണ് BJPയുടെ വയലൻ്റായിട്ടുണ്ട് BJP നേതൃത്വം. കാരണം അവർ കണക്കാക്കിയിരുന്നത് ഒരു 10-15 സീറ്റെങ്കിലും കയ്യിലെടുക്കാം. അദ്ദേഹം ഇപ്പോഴും നമ്മുടെ ഷാവു പ്രസാദ് പറഞ്ഞത്, സുരേഷ് ഗോപി കണ്ടില്ലേ ഞങ്ങൾ ഒരു ലോക്സഭാ സീറ്റ് കയ്യിലെടുത്തില്ലേ, അദ്ദേഹം മന്ത്രിയായില്ലേ എന്ന് പറയുന്നുണ്ട്, അഭിമാനത്തോടുകൂടി പറയുന്നുണ്ട്. ആ അഭിമാനമൊക്കെ കാറ്റിൽ പറക്കുമോ എന്നൊരു പേടി, ഒരു വലിയ ആശങ്ക BJPക്കുണ്ട്. അത് കോൺഗ്രസ്സിലും ഉണ്ടാവാം തീർച്ചയായിട്ടും. അതുതന്നെയാണ് കാരണം ലീഗ് മുന്നോട്ട് വന്നിരിക്കുന്നത്, ലീഗിൻ്റെ നേതൃത്വം തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നത് അതിൻ്റെ പിന്നിലുള്ള. ഒറ്റ മിനിറ്റാണ് സജീഷ്, അതും വളരെ പരിമിതമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലനിൽക്കുമ്പോൾ സാമുദായിക സംഘടനകൾ അവരുടെ സമുദായത്തിൽ നിന്ന് മാത്രം വോട്ട് കൊണ്ടുവരും എന്നുള്ളതല്ല നിരീക്ഷണം. പുറത്തും ആ രീതിയിലുള്ളൊരു പ്രതിഫലനം ഉണ്ടാക്കുന്നുണ്ട്, ഒരു പ്രകമ്പനം ഉണ്ടാക്കുന്നുണ്ട് ഈ തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ തന്നെ. അത് ഏതെങ്കിലും തരത്തിൽ CPMനൊരു അധിക ഉത്തരവാദിത്വമോ അധികം അതിലേക്ക് പ്രതീക്ഷ വെക്കലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഈ നിരീക്ഷകരൊക്കെ ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ പലതും പറയുന്നത് പോലെ? ഡോക്ടർ ലാൽ, ഇപ്പോൾ ബഹുമാനായ ജേക്കബ് ജോർജ് സാറ് പറഞ്ഞ വാക്കുകൾ കൂടി എടുക്കുമ്പോൾ നമുക്ക് നടത്താൻ കഴിയുന്നൊരു വിലയിരുത്തൽ,
എതിർക്കാൻ ആർക്കും കഴിയാത്ത രീതിയിൽ ജനപക്ഷത്തേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. ആ നിലയിൽ കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് യോജിപ്പിക്കാനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെൻറ്റുമായി കേരളം മാറി. കാരണം ആധുനിക കാലത്ത് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എല്ലായിടത്തും എല്ലാവർക്കും അറിയാം. തൊട്ടയൽ സംസ്ഥാനത്ത് എന്താണ് ജനജീവിതം, അപ്പുറത്തെന്താണ്, നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ മാറിയത്, നമുക്ക് കരുതലാരാണ്, നമുക്ക് കാവലാരാണ് എന്ന് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. ആ സാഹചര്യമാണ് തിരിച്ചു പോകാൻ കേരളം ആഗ്രഹിക്കുന്നില്ല. എങ്ങോട്ട്? അന്ന് UDF ഗവൺമെൻറ് കാലത്ത് ബഹുമാനായ VM സുധീരൻ പറഞ്ഞ കടുംവെട്ടിൻ്റെ കാലത്തേക്ക്, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന് അന്ന് പറയേണ്ടി വന്ന തീവട്ടിക്കൊള്ളയുടെ കാലത്തേക്ക്, AK ആന്റണിക്ക് എനിക്ക് ഈ ഗവൺമെന്റിന് ഒരു വ്യവസായവും നൽകാൻ ഭയമാണ് എന്ന് പറയേണ്ടി വന്ന ഒരു കാലത്തേക്ക്, വെളിച്ചമില്ലാത്ത ആ പവർ കട്ടിൻ്റെയും ലോഡ് ഷെഡിങ്ങിൻ്റെയും പഴയ കാലത്തേക്ക്, പൊളിഞ്ഞു വീഴുന്ന സ്കൂളുകളുടെ കാലത്തേക്ക്, ആശുപത്രിയുടെ കാലത്തേക്ക്, കുണ്ടും കുഴിഞ്ഞും നിറഞ്ഞ റോഡുകളുടെ കാലത്തേക്ക് തിരിച്ചു പോകാൻ കേരളത്തിന് മനസ്സില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ ഒരുമിച്ച് പ്രഖ്യാപിക്കുമ്പോൾ അവരുടെ പ്രഖ്യാപനം ഒരുപക്ഷേ ഈ സാമുദായിക നേതാക്കളിലൂടെ പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്, വിരളയുണ്ടാക്കുന്നത്. അതാണ് ഒരുപക്ഷെ ഷാബു പ്രസാദിനെ പോലുള്ളവർ ഇന്ന് പ്രതികരിച്ച രീതിയിലൊക്കെ കാര്യങ്ങളെ നേതാക്കന്മാരെ കുറിച്ചുള്ള വാക്കുകളൊക്കെ അത്തരത്തിലേക്ക് പുറത്തേക്ക് കൊണ്ടുവരുന്നതും. ഇത് ഇനിയും അടുത്ത ദിവസങ്ങളിൽ എന്തൊക്കെ കേൾക്കേണ്ടി വരും ഇവരൊക്കെ ഇടതുപക്ഷത്തെ അംഗീകരിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട്. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് SK സജീഷ്, ഒപ്പം ഷാബു പ്രസാദ്, ശ്രീ ജേക്കബ് ജോർജ്. ന്യൂസ് അവസാനിക്കുകയാണ്.